ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല, ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ് എം, അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടേക്ക് നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അത് ഫോളോ ചെയ്യണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അവിടെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻ്റൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് കുടുംബത്തിന് താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നതിന് നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടാണ് നിങ്ങൾക്കുള്ള പ്രചോദനം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ്. എമ്പുരാൻ അടുത്ത ആഴ്ച റിലീസാവാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ലൂസിഫർ ഒന്ന് റിവിസിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എപ്പിസോഡാണിത്. ഞങ്ങളിതിനു മുമ്പ് വിടുതലൈ പാർട്ട് 2 വന്നപ്പോൾ ഇതുപോലെ ഒരെണ്ണം ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൂസിഫറിനെ കുറിച്ചും പിന്നെ പിതാവിനും പുത്രനും ഇടയിൽ വിരിഞ്ഞ ഇരുളിൻ്റെ പൂവിനെ കുറിച്ചുള്ള ഞങ്ങളുടെ സങ്കല്പങ്ങളും പ്രതീക്ഷകളെ കുറിച്ചും പങ്കുവെക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡിലേക്ക് ക്ഷണിക്കുന്നു മിസ് യുഡിസി കുമാരി ആൻഡ് മിസ്റ്റർ ചക്രപാണി. വെൽക്കം ടു ദ ഷോ. ഹായ്. ഹായ് ഓൾ. എമ്പുരാനെ എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടൊക്കെ തുടങ്ങണമെന്ന് വിചാരിച്ച, പക്ഷെ എനിക്ക് അത്ര ബേസ് വോയിസ് ഇല്ലാത്തത് കൊണ്ട് വെറുതെ വേണ്ട, ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ട. ലാല് പാടായിരുന്നല്ലേ അത്? പേഴ്സണലായിട്ട് അറിയാം. അത് ലാലു അലക്സ് അല്ല, ലാലു. ഓക്കെ, ജംഗിൾ എമ്പുരാനെ കണ്ട സ്റ്റീഫ എൻ കണ്ണൈ ഇളവരസി കൊത്തികൻ ഉங்கள் കല്ലടിയിൽ. ലാലിനൊക്കെ എന്തുകൊണ്ട് ലൂസിഫറിന്റെ ഫ്രാഞ്ചൈസിയിലോട്ട് കൊണ്ടുവന്നില്ല? കൺസിഡർ ചെയ്തില്ലല്ലേ? ഒരു ക്യാരക്ടറിന് ഒരു എമൗണ്ട് ഓഫ് ആൾക്കാരെ എല്ലാം അവർക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഏയ് ആ മുരുകന്റെ റോളൊക്കെ മറ്റേ ലാലിന് കൊടുക്കുവാണെങ്കിൽ ഒന്ന് ആലോചിച്ചേക്ക്. എനിക്ക് തോന്നുന്നു എന്താ അറിയോ, ഞാൻ മനസ്സിലാക്കി എന്താ പറയാ, ബോബിയുടെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു വിവേക് ഒബ്രോ ഇല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സുരേഷ് കൃഷ്ണ ആയിരിക്കും തോന്നുന്നു. ശരി, കൺവിൻസിംഗ് സ്റ്റാർ ആയതുകൊണ്ട് ഫണ്ട് വരെ പറഞ്ഞു സാറ്, ഞാൻ അവരോട് പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പോലീസിനെ നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ ഫണ്ട് പോയിട്ട് വരാം. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളോട് രണ്ടുപേരും. നിങ്ങൾ രണ്ടുപേർക്കും ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു? ലൈക്ക് ഡിഡ് യു ഗൈസ് ഹാവ് എ വെരി ക്ലീൻ സ്ലേറ്റ് വെൻ യു വർ വാച്ചിങ് ലൂസിഫർ ഫോർ ദ ഫസ്റ്റ് ടൈം? ഈ ലൂസിഫർ എന്ന് പറഞ്ഞ് പടം വരുന്നുണ്ടെന്ന് കുറെ നാള് മുമ്പാണ് ഞാൻ കേട്ടത്. അത് ചക്രവാണി നീയാന്ന് തോന്നുന്നു എന്നോട് ഇങ്ങനെ ഒരു പടത്തിന്റെ കാര്യം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുന്നേ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം പൃഥ്വിരാജും മോഹൻലാലിനെ വെച്ചൊരു പടം ചെയ്യുന്നു, അതൊരു അപ്പോക്കലിപ്റ്റിക് ചിത്രമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇത് കേട്ടായിരുന്നു. അപ്പം ഞാൻ അന്നേരം ഓർത്തു അതൊരു ഇൻട്രസ്റ്റിംഗ് ചോയ്സ് ആണല്ലോ. പേര് തന്നെ ടൈറ്റിൽ ലൂസിഫർ, പിന്നെ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ആയിട്ടുള്ള ഒരു പടം. അത് മലയാളത്തിൽ അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം അത് അന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പം ആ അർത്ഥത്തിലാണ് ഞാൻ ഈ പടത്തിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത്. പിന്നീടാണ് ഇതിൻ്റെ എന്താ പറയുന്നത്, ടീസറും മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷെ ടീസറൊക്കെ ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും അന്നേരം തോന്നിയില്ല. അത് പിന്നീട് പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതൊരു സംഭവമായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നത്. അപ്പം അതിന് മുമ്പ് വരെ അങ്ങനെ ഈ പൃഥ്വിരാജും മോഹൻലാലും കൂടെ ഒരുമിക്കുന്നു, പുള്ളിയുടെ ഡയറക്ഷനിൽ ഒരു പടം വരുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ അകത്ത് എന്നെ ഹുക്ക് ചെയ്ത ഒരു കാര്യം. പക്ഷേ ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് ഇത് എന്താണ് അതിൻ്റെ ഒരു പരിപാടി എന്നുള്ളത് ഇങ്ങനെ ഒരു പിടുത്തമില്ലാതെയാണ് ഞാൻ ഇരുന്നത്. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ഞാൻ നേരെ ലൂസിഫർ റിലീസായ സമയമായപ്പോഴത്തേക്ക് ഞാനിവിടെ കനഡയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പം
ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരുമായിരുന്നു, ഈ നാട്ടിലാണോ അതോ കാനഡയിലാണോ കണ്ടിട്ടുണ്ടോ? കനഡയിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അന്നേരം ഈ ഇന്ത്യൻ പടങ്ങൾ കളിക്കുന്ന തിയേറ്റർ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം എനിക്കറിയത്തില്ലായിരുന്നു. കാര്യം ഇവിടെ ചില അല്ലറ ചില്ലറ നമ്മുടെ ഫാൻസൊക്കെ കാരണം ഉണ്ടാക്കി ചില പ്രശ്നങ്ങൾ കാരണം ഈ തിയേറ്ററിൻ്റെ അകത്ത് മറ്റേ പടക്കം പൊട്ടിക്കുക, പേപ്പർ വാരി എറിയുക പോലുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഷോകളൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കുറെ അവന്മാര് റൈഡ് ഷെയർ ബുക്ക് ചെയ്ത് ടൊറോണോ വരെ പോയിട്ടാണ്. ടൊറോണോ ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയുള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടേക്ക് അപ്പം ഞാൻ ഓർത്ത് ഇവന്മാർക്കൊക്കെ തലയ്ക്ക് ഓളമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് റൈഡ് ഷെയർ ബുക്ക് ചെയ്ത് അവിടെ വരെ പോയി കണ്ട്. അപ്പം അങ്ങനത്തെ കടുത്ത ആരാധകരുള്ള ഒരു ഇടമാണ് മലയാളികളുടെ ഇടയിൽ. ലാലേട്ടനുള്ള ഒരു പെവർ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ എനിക്ക് തിയേറ്ററിൽ അന്ന് മിസ്സായ ഒരു ചിത്രമാണ് ലൂസിഫർ. പക്ഷേ ഞാനിത് ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞിട്ടാണ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്. പക്ഷെ എമ്പുരാൻ നമ്മൾ മിസ്സാക്കത്തില്ല, നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി ആഘോഷിക്കും. അപ്പം അതായിരുന്നു എൻ്റെ ഒരു ഇനീഷ്യൽ ആദ്യത്തെ കാഴ്ചയിൽ ഒരു കൊമേഴ്ഷ്യൽ ചിത്രം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ കണ്ടു. ഇതിന് ഞാൻ പടം കാണുന്നതിന് മുന്നേ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു. കാര്യം ഞാൻ തിയേറ്ററിൽ ഇറങ്ങി ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണല്ലോ കണ്ടത്. അപ്പം അന്നേരം തന്നെ ഇതിൻ്റെ ഈ ഹിഡൻ ആയിട്ടുള്ള ലേയേഴ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള മാക്സിമം സ്പോയിലേഴ്സ് ഒക്കെ ഞാൻ അവോയ്ഡ് ചെയ്തായിരുന്നു. അപ്പം ചക്രപാണി ഇതിനെക്കുറിച്ച് എന്നോട് വളരെ വിശദമായി തന്നെ ഇതിൻ്റെ നീ വെറും ഒരു കൊമേഴ്ഷ്യൽ പടമായിട്ട് മാത്രം കാണരുത്, അതിലൊരുപാട് ഹിഡൻ ലേയേഴ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെയുള്ളൊരു എന്തൊക്കെയാണെന്ന് എന്നോട് പറഞ്ഞില്ല, പക്ഷെ അതിൻ്റെ ഒരു സൂചന തന്നിരുന്നത് കൊണ്ട് തന്നെ വെറുമൊരു വാച്ചല്ലായിരുന്നു എൻ്റേത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ബട്ട് ഐ മിസ്ഡ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ആ ഒരു സങ്കടമുണ്ട്. യാ, അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. എന്നെ സംബന്ധിച്ച് നമ്മുടെ എന്താ പറയുന്നത്, ഇപ്പോൾ ഞാനും തിയേറ്ററിലല്ല കണ്ടത് കേട്ടോ, ഞാൻ ഒ ടി ടിയിലാണ് കണ്ടത്. അതെനിക്ക് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം ആ സമയത്ത് എനിക്ക് തോന്നുന്നു ലൂസിഫർ ഇറങ്ങിയ സമയത്ത് ഞാൻ ട്രാവലിങ്ങോ എന്തോ ആയിട്ട് എനിക്കത് പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് ഈ പടം എന്ന് പറയുന്നത് എൻ്റെ എക്സ്പെക്റ്റേഷൻ ആണല്ലോ നീ ചോദിച്ചത്. എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ലാലേട്ടൻ എന്ന് പറയുന്നത് ഇപ്പം ഈ നമ്മുടെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നവർക്കറിയാം ഞാൻ ഭയങ്കര ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ ആ സമയത്ത് ലാലേട്ടൻ്റെ ഇറങ്ങിയ പടമെല്ലാം നല്ല പൊട്ടലായിരുന്നത് കൊണ്ട് നീരാളി, ഡ്രാമ, ഒടിയൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ലൂസിഫർ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ കാത്തിരുന്ന് വെള്ളത്തിന് കാത്തിരുന്ന് വിഴാമ്പൽ പോലെ ഞാനിങ്ങനെ കാത്തിരുന്ന് ഇറങ്ങിയ ഒരു സാധനമാണ് ലൂസിഫർ. സോ എന്താ പറയുന്നത്, നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അതായത് ഒത്തിരി നാളിന് ശേഷം ലാലേട്ടൻ്റെ നല്ലൊരു പടം കാണാം എന്നുള്ള ഒരു ഇതായിരുന്നു എനിക്ക് ലൂസിഫർ എന്ന് പറയുന്നത് എൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അത് കണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് പടം ഓക്കെ ആയിരുന്നു എന്നുള്ളതാ. എനിക്ക് സത്യം പറയാനുണ്ടല്ലോ, എനിക്കിത് ഭയങ്കര ഇംപ്രസീവ് പടമായിട്ട് തോന്നിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം നോട്ട് എ പൊളിറ്റിക്കൽ ഡ്രാമ പടങ്ങൾ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഐ ഡിഡ്ന്റ് യൂസ് ടു എൻജോയ് ഇറ്റ് ബാക്ക്. അപ്പം എനിക്കത് ഓക്കെ ആയിരുന്നു എന്നുള്ളതേ ഉള്ളായിരുന്നു. കാരണം എക്സ്പെക്റ്റേഷൻ വാസ് എ ബിറ്റ് മോർ ഹൈ ഐ തിങ്ക് ആ സമയത്താണേലും. അപ്പം അപ്പം അതായിരുന്നു എൻ്റെ ഒരു ഇതെന്ന് പറയാം. എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു ചോദിച്ചാൽ അതായിരുന്നു എക്സ്പെക്റ്റേഷൻ. എങ്ങനെയെങ്കിലും നല്ലൊരു പടം ഇറങ്ങിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, അതായിരുന്നു. അതിപ്പോഴും എമ്പുരാൻ ഇറങ്ങുമ്പോഴും എനിക്ക് തോന്നുന്നു ഏകദേശം ആ ഒരു വൈബിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഐ നീഡ് ടു സീ എ ഗുഡ് ഫിലിം ഫ്രം മോഹൻലാൽ എന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. I don't know. Yeah. അതൊരു സങ്കടകരമായ അവസ്ഥയാണ്. ആണു അതെ തീർച്ചയായിട്ടും അത് സങ്കടമാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് സമാധാനം തരാൻ വേണ്ടി കായംകുളം കൊച്ചുണ്ണിയിലെ ആ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടായിരുന്നു. സോ ക്യാമിയോ ഉണ്ടായിരുന്നു. ഇപ്പം ജയിലറിലെ ക്യാമിയോ ഉണ്ട്. പിന്നെ പക്ഷെ that was നേരെ too വലിയ short അല്ലേ? കുഴപ്പമില്ലായിരുന്നു. അത് ഭയങ്കര ചെറുതായിരുന്നു. നേര് ശരിയാണ്, നേരുണ്ടായിരുന്നു. പിന്നെ അത് പക്ഷെ നേരിച്ചിരി പക്ഷെ അതും ഒരു ലാലേട്ടൻ പടം എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങോട്ട് ഐ എൻജോയ്ഡ് മലൈക്കോട്ടെ വാലിബൻ. അത് ഞാൻ ഇപ്പോഴാണ് പറഞ്ഞത്. ദൃശ്യം 2 എനിക്ക് ഉണ്ട് മലൈക്കോട്ടെ വേണമെങ്കിൽ വാലിബൻ പറയാം. ഇഷ്ടപ്പെട്ടായിരുന്നു. ദൃശ്യം 2 അത് പക്ഷെ അത് ദൃശ്യം 2 ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇച്ചിരി പഴയപട ആയല്ലോ ഇപ്പൊ. ദൃശ്യം 2 2021 ഇറങ്ങിയത്, ഇപ്പൊ 2025 ആയില്ലേ. ശരിയാണ്. അപ്പം അതാണ് എക്സ്പെക്ടേഷൻ. എനിക്ക്
ആ. ഉം. അല്ല അല്ല ഈ ഞാൻ എൻ്റെ ഒരു ഇതിലൊരു എമ്പുരാനുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ്, ലാലേട്ടന്റെ കരിയർ നോക്കുമ്പോൾ ഡിസഡ്വാൻറ്റേജ് ആണെങ്കിലും എമ്പുരാന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പുള്ളിയുടെ ഈ കുറെ അടുപ്പിച്ച് കുറെ തോൽവി പടം വന്നോണ്ടേ ഇതിനൊരു എക്സ്ട്രാ ഹൈപ്പും കൂടെ ഉണ്ട്, പുള്ളിയുടെ കംബാക്ക് എന്നുള്ള രീതിയിൽ. അത് നല്ല കാര്യമാണോന്ന് ഇപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഈ ഓവർ ഹൈപ്പ് വന്നിട്ട് മലൈക്കോട്ടെ വാലിബൻ പോലെ അങ്ങ് ഡിസപ്പോയിന്റ്, എനിക്ക് അറിഞ്ഞൂടാ അത് എന്തിനാ ഡിസപ്പോയിന്റ്മെന്റ് ആയെന്ന്. നമ്മൾക്ക് അതിലൊരു എപ്പിസോഡ് ഉണ്ട്, വി thoroughly enjoyed it. പക്ഷെ ആൾക്കാർക്ക് പൊതുവെ അതത്ര ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഇനി അതുപോലെ ആയി പോകുമെന്ന് എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട്. ആൾക്കാർ എക്സ്പെക്ട് ചെയ്ത ഒരു പെഡസ്റ്റലിൽ കൊണ്ടുവച്ചേക്കുന്നത് അങ്ങ് ഭയങ്കര ഒരു ഡൗൺഫോൾ ആയി പോകുമെന്ന് എനിക്കൊരു ടെൻഷൻ. ഇത് കംബാക്കുകളുടെ വർഷമാണ്. നമ്മുടെ എല്ലാരും കംബാക്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ലാലേട്ടൻ, കമൽഹാസൻ, എല്ലാരും തലൈബർ, വിക്രത്തിന്റെ കമ്പാക്ക് എന്നും പറഞ്ഞോണ്ട് വിക്രം. വീരസൂര. അത് പക്ഷെ അതിന്റെ അറിഞ്ഞൂടാ. അതില് മനുഷ്യന്മാരും ഇതുവരെ ആശോകൊന്നും ഞാൻ ഗൗതം മേനോന്റെ കംബാക്കിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ദ്രുപദചിത്ര ഈ വർഷമെങ്കിലും ഒന്ന് ഇറക്കി വിടുവാണെങ്കിൽ സന്തോഷമാകുമായിരുന്നു. അല്ല, നിനക്ക് ലേഡി പേഴ്സ് കണ്ടിട്ട് അതൊരു അത് കമ്പാക്ക് നല്ലായിരുന്നു, അത് നല്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ പുള്ളിയുടെ കുറെ നാളായിട്ട് വരും ഇപ്പൊ വെറുവാണോ വരാത് എന്നുള്ള അവസ്ഥയിൽ ഇരുന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് പറയൂ ചക്രപാണി. ലൂസിഫർ ശരിക്കും എനിക്കൊന്ന് ഐ തിങ്ക് എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ഈ ലൂസിഫർ എന്ന് പറഞ്ഞ ടൈറ്റില് പണ്ട് ന്യൂസിലൊക്കെ വന്നോണ്ട് അന്ന് നമ്മൾ ഈ സിനിമയിൽ ഫേസ്ബുക്കിലൊക്കെയാണ് കൂടുതൽ ന്യൂസ് വരുന്നത്. പിന്നെ ഓൺലൈൻ കുറച്ച് ഈ ഗലാട്ട എന്നൊക്കെ പറഞ്ഞ് ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അകത്തും വിക്കിപീഡിയയിലൊക്കെ അങ്ങനത്തെ ഇതൊക്കെ ആ സമയം ഉണ്ടായിരുന്നില്ലേ, കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. യെസ്, ആ സമയത്ത് ഈ ലൂസിഫർ എന്ന് പറഞ്ഞ ടൈറ്റിൽ ബിലോങ് ടു മുരളി ഗോപീസ് ഒരു കഥ. പക്ഷെ ഇറ്റ് വാസ് സപ്പോസ് ടു ബി ഡയറക്റ്റഡ് ബൈ രാജേഷ് പിള്ള, അതായത് ട്രാഫിക്കിന്റെ ഡയറക്ടർ. അപ്പം ആ ലൂസിഫറിന്റെ അകത്ത് അവർക്ക് അന്നത്തെ കാലത്ത് എവിടെയോ വന്ന ഒരു സ്റ്റോറിയാണ്. അതായത് എന്തോ മോഹൻലാൽ എന്തൊരു സ്നൈപ്പറായിട്ട് എന്തോ ഒരു അസാസിൻ പോലെ എന്തോ ഒരു സംഭവമായിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്ന് അന്ന് പറഞ്ഞു. അന്ന് ലൂസിഫറിനല്ല, ലൂസിഫർ ഇറ്റ് ബിലോങ് ടു എ ഡിഫറെന്റ് സ്റ്റോറി. ബട്ട് ആൻഡ് ഇതിന് വേറൊരു പേരും ഉണ്ട്, എന്തോ രണ്ടാം കൈയോ അങ്ങനെ വലം കൈയോ അങ്ങനെ എന്തോ ആണ് ശരിക്കും. വലം കൈ എന്തോ ആണ് ഈ മുരളിഗോപി അതിന്റെ ഐഡിയ മനസ്സിൽ വെച്ചിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു, സോ കമ്മിങ് ബാക്ക് ടു മൈ പോയിന്റ്, എനിക്ക് ആദ്യമേ മോഹൻലാൽ ഇട്ട ഒരു ക്രിപ്റ്റിക് പോസ്റ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു പോസ്റ്റ് ഉണ്ട്. അതിന്റെ അകത്ത് മോഹൻലാൽ ഇസ് ലൈക്ക് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കില് ഒരു ഭയങ്കര നൈസ് ക്ലാസി ആയിട്ടുള്ള ജോണി ഡെപ്പിന്റെ സ്റ്റൈലിലുള്ള ഒരു ഗ്ലാസസ് ഒക്കെ വെച്ച് സിഗരറ്റ് ഇങ്ങനെയൊക്കെ വെച്ച്. ഓ മാൻ, ആ സ്റ്റില്ല് കണ്ടപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക്, ഞാൻ ഭയങ്കര കുക്ക്ഡ് ആയി. അത് കണ്ടപ്പോഴത്തേക്ക് ഐ എം ലൈക്ക് ഓക്കെ, ദർ സംതിങ് അബൌട്ട് ഇറ്റ്. അതിന്റെ കൂട്ടത്തിൽ പുള്ളി മറ്റേ ഔളിന്റെ മാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിരുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ എന്തോ ഒരു വിഷയ സാധനം വരുന്നുണ്ട്. അപ്പൊ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതിന്റെ ലോഞ്ച് നടന്നു. പതിയെ അതിന്റെ ക്രൂ ഒക്കെ ആരൊക്കെയാന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ ഷൂട്ടിംഗ് സ്റ്റിൽസ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഐ എം ലൈക്ക്, ഇത് പൊളിറ്റിക്കൽ പടമാണോ? അപ്പൊ പിന്നെ ഓക്കെ, മുരളി ഗോപി ആവുമ്പം വല്ല പൊളിറ്റിക്കൽ പടമായിരിക്കും, ഇറ്റ് വിൽ ബി എ വെരി ഡ്രാമാറ്റിക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ അതിന്റെ ടീസർ വന്നു. ടീസർ കണ്ടപ്പോഴും ഐ വാസ് നോട്ട് റിയലി ഇംപ്രസ്ഡ്. ട്രെയിലർ കണ്ടപ്പോ ഇതിന്റെ അകത്ത് ആക്ഷൻ ഒക്കെ ഉണ്ട്, കൊള്ളാം എന്നൊക്കെ തോന്നിയെങ്കിലും ഈ വിവേക് ഒബ്രോയ് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഐ എം ലൈക്ക്, വാട്ട് ആർ ദേ ഈവൻ ഗോയിങ് ടു ഡു വിത്ത് ദിസ് ഫിലിം? പക്ഷെ ഞാൻ ആ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയിരുന്ന് ക്രൗഡിന്റെ കൂടെ കണ്ടപ്പോഴത്തേക്കും ഫ്രം ദ ബിഗിനിങ്, അതായത് മറ്റേ ഡ്രഗ് മാഫിയയെ പറ്റി പറയുന്ന ആ ഒരു നറേഷനൊക്കെ ഉണ്ട് ഇന്ദ്രജിത്തിന്റെ. മറ്റേ നമുക്ക് അറിയാൻ മേലാത്ത സ്രോതസ്സുകളിൽ നിന്നാണ് ഫണ്ട് വരുന്നതും, അത് ഗവൺമെന്റ് ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ത്രെട്ട് എന്ന് പറയുന്ന ഡ്രഗ് മാഫിയ ഒരുപാട് ഗവൺമെന്റിനെ ഫണ്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറയുന്ന ആ തുടക്കത്തിൽ അത് പറഞ്ഞ് എൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു മ്യൂസിക്കും, പിന്നെ നെക്സ്റ്റ് ഇന്റർപോളിന്റെ കാണിക്കുമ്പോഴൊക്കെ ആണെങ്കിലും, ഇന്റർപോളിന്റെ അകത്ത് മറ്റേ ഫ്ലാഗ് ഇറ്റ് ഓഫ് മിഷേൽ, ഇറ്റ്സ് അബ്രാം ഖുറേഷി. അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോ നമ്മൾ ഇത് ശ്രദ്ധിക്കത്തില്ല, ഈ ഡീറ്റെയിൽ ഒന്നും. അപ്പൊ ഞാൻ അത് കണ്ടു വിട്ടു. അത് ഇറ്റ്സ് ഖുറേഷി അബ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സീൻ കട്ടായിട്ടൊരു മ്യൂസിക് വരുന്നു. പിന്നെ എഴുതി കാണിക്കുന്നത് ഇഫ് യു സ്ട്രൈക്ക് അറ്റ് എ കിങ് യു മസ്റ്റ് കിൽ ഹിം എന്നുള്ള മറ്റേ സാധനം, രാജാവിന് നേരെ വാളോങ്ങിയാൽ.
അപ്പൊ ഞാൻ ഓർക്കും ഇതൊക്കെ എന്താ, വാട്ട് ഇസ് ദിസ് ഹാപ്പനിങ്. കിണ്ണം മ്യൂസിക് ഒക്കെ കൊള്ളാം, ഭയങ്കര നൈസായിട്ട് ആ സീക്വൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു അലാം അടിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് സാധനവും, ഭയങ്കര ഒരു വലിയൊരു മറ്റേ ചെല്ലോ വെച്ച് പ്ലേ ചെയ്യുന്ന പോലത്തെ ഒരു സാധനമൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. പിന്നെ പടം ഇരുന്ന് കണ്ട് 20 minutes into the film ആ പ്രതീക്ഷിക്കാതെ ആ ഫൈറ്റ് സീക്വൻസ് വരിക, അതും വിത്ത് എ തമിഴ് സോങ്. അയ്യോ, ആ യു ഷുഡ് ഹാവ് സീൻ ഇറ്റ് ഇൻ എ തിയേറ്റർ മാൻ. ഇറപ്റ്റ് ചെയ്ത് തിയേറ്റർ, ലൈക് ഫോർ എ മോഹൻലാൽ മൂവി. ആഫ്റ്റർ എ ലോങ് ടൈം ഐ സോ പീപ്പിൾ ക്ലാപ്പിംഗ്, എൻജോയ്. ഞാൻ ഉൾപ്പെടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് അഡ്രനാലും കയറി ആ സീൻ വന്നപ്പോഴത്തേക്ക്. അപ്പൊ കുറെ പേര് ലൈക്ക് ദേ വർ ആസ്കിങ് വൈ ഡിഡ് ദേ പുട്ട് എ തമിഴ് സോങ് എന്നുള്ള. പക്ഷെ അത് മറ്റേ മുരുകന്റെ ക്യാരക്ടറിന്റെ ഗെയ്സ് അബൌട്ട് ഹിസ് മെന്റർ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ പുള്ളി തലൈവറായിട്ട് കാണുന്നത് മോഹൻലാലിന്റെ ക്യാരക്ടർ. അപ്പൊ അതെല്ലാം കണ്ടു. അപ്പൊ ഇങ്ങനെ കണ്ട് പോയി. പിന്നെ ഞാൻ പൃഥ്വിരാജിന്റെ സീൻ കണ്ടപ്പോഴത്തേക്ക് ഓ ഷിറ്റ്, അപ്പൊ പൃഥ്വിരാജ് ഉണ്ട് ഈ പടത്തില്. പിന്നെ ഈ പടം എലിവേറ്റ് ചെയ്യുന്നതും കുറെ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ ഇവിടെയായിട്ട് ഇടയ്ക്ക് മണപ്പാട്ടിൽ ചാണ്ടിയെ ഫണ്ട് ചെയ്യുന്നത് മറ്റേ ഖുറേഷി അബ്രാം ഗ്യാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ പുള്ളി സ്റ്റീഫനും പുള്ളിയും തമ്മിലുള്ള ഇതൊന്നും നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കത്തില്ല ഫസ്റ്റ് വാച്ചില്. പിന്നെ ഈ സെക്കൻഡ് ഫൈറ്റ് വന്നു, ഈ പടം എൻഡ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ആദ്യമേ തോന്നി ഇതെന്ത് ഇത് അബ്രപ്റ്റ് ആയിട്ട് എൻഡ് ചെയ്യുന്നു, പുള്ളി പോവാണ്. പിന്നെ ഓക്കെ, ഞാൻ ഒരു പടം കഴിഞ്ഞു എന്ന് പറഞ്ഞ് സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഐ സോ പീപ്പിൾ ഗെറ്റിംഗ് അപ്പ് ഫ്രം ദർ സീറ്റ്. സം ഓഫ് ദം ലെഫ്റ്റ് ആൻഡ് ആൾക്കാർ എഴുന്നേക്കും. പിന്നെ എന്താ അൺഡിസ്ക്ലോസ് ലൊക്കേഷൻ, സം നോർത്ത് റഷ്യ അങ്ങനെ എന്തോ വരത്തില്ല, ആ അത് വരുന്നു. സായിദ് മസൂദിന്റെ ഷോട്ട് കാണിക്കുന്നു. ശക്തി കപൂർ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, ശക്തി കപൂറിന്റെ കോള സംഘാനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് അതും വരുന്നു. പിന്നെ ഈ സീൻ കണ്ടപ്പോഴത്തേക്ക് ഐ എം ലൈക്ക് ഓ മാൻ ഡാം. അവിടെ ഇതെന്താ ഇത് ആൽഫ്രഡ് ഹിച്ച്കുക്ക് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു സിനിമ എൻഡ് ചെയ്യുമ്പം ഒരു ബാനറിൽ എൻഡ് ചെയ്താല് പീപ്പിൾ വിൽ ബി ഹാപ്പി വെൻ ദേ ഗോ ഔട്ട്. അപ്പൊ ആ അതെ സമയത്ത് അവര് നല്ല റിവ്യൂസേ കൂടുതലും പറയത്തുള്ളൂ. ഇതിന്റെ അകത്ത് വേറെ മോശമായിട്ട് പറയാനൊന്നും അങ്ങനെ വലിയായിട്ടില്ല. എന്നാൽ പോലും അത് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉഷ ഉതുപ്പ് പാടുന്ന പാട്ട് വന്നു. അതിന്റെ കൂടത്തെ ആ പേപ്പർ കട്ടിങ്സ് ഒക്കെ 2-3 വായിച്ചപ്പോഴത്തേക്ക് ഐ എം സോൾഡ്. അപ്പൊ ഞാൻ വിചാരിച്ചു, നമ്മള് അത് നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ളത് മുംബൈ പോയി ഡോണായി അല്ലെങ്കിൽ ദുബായി പോയി ഡോണായി എന്ന് പറയുന്നത്. ദിസ് നോട്ട് എ ഡോൺ തിങ്. ഇതൊരു എന്താ പറയുന്നത്, ഒരു ഡോൺ അല്ല. ഹീസ് ലൈക്ക് ഓൾ സീയിങ് ഐ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കോൺസെപ്റ്റ്. ലൈക്ക് ഹീസ് വാച്ചിങ് എവറിത്തിങ്. സ്റ്റീഫൻ എല്ലാം കാണുന്നുണ്ടെന്നുള്ള രീതിയിൽ. അപ്പം പിന്നെ ഞാൻ ഒബ്വിയസ്ലി ഇത് റീവാച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടത്. മെനി പീപ്പിൾ ഡിൻ ലൈക്ക് ഇറ്റ് ആക്ച്വലി. ഞാൻ 2 വട്ടം തിയേറ്ററിൽ കണ്ടായിരുന്നു. അപ്പൊ 2 വട്ടവും ഐ ഗോട്ട് ദ സെയിം ഫീലിംഗ് when I watched it. അപ്പൊ 2ാമത്തെ വട്ടം കണ്ടപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പലവട്ടമായിട്ട് ഈ 5-6 കൊല്ലത്തെ ഒരുപാട് വട്ടം ലൂസിഫർ കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം പുതിയ ന്യൂആൻസസും പുതിയ കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലായി. സോ ആൻഡ് ഇത് കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്, ഐ തിങ്ക് ഈ കറന്റ് ടൈംസിൽ മോഹൻലാൽ ഈ ജോർജ് കുട്ടി ഒരു പ്രത്യേകതരം ക്യാരക്ടർ ആണെങ്കിൽ ഐ ഫീൽ ദാറ്റ് സ്റ്റീഫൻ ഇസ് ഓൾസോ എ വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ഫോർ എ കൊമേഴ്ഷ്യൽ സിനിമ. ഇപ്പൊ നമുക്ക് എല്ലാരും പറഞ്ഞു ഇത് പൃഥ്വിരാജിന്റെ ഫാൻ ബോയ് പടമാണ്, ഫാൻ ബോയ് ട്രീറ്റ് ആന്ന് പറഞ്ഞാലും നമ്മളിപ്പോ തമിഴില് ഫാൻ ബോയ് ട്രീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പേട്ടയ്ക്കകത്ത് രജനീകാന്തിനെ എടുക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ക്യാരക്ടർ. പക്ഷെ അതിന്റെ ആ ക്യാരക്ടറിന് അങ്ങനെ ഡെപ്ത് ഉണ്ടോന്നൊന്നും ചോദിച്ചാൽ ഇല്ല. ഇതൊരു കൊമേഴ്ഷ്യൽ പടത്തിന്റെ അകത്ത് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ലൈക്ക് ഹീ സോ ഡീപ് ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് എംപുരാൻ വിൽ റിയലി എക്സ്പ്ലോർ ഹിസ് ക്യാരക്ടർ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കംപ്ലീറ്റ്ലി. പാത്രയിലേക്കായിരിക്കും വെച്ചിരിക്കുന്നത്. ഇത് മേ ബി ഹിസ് ബോണ്ട് വിത്ത് സായിദ് മസൂദ് വേറെ ഒരു ടൈപ്പ് ഓഫ് ഒരു രീതിയിലായിരിക്കും ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത്. പിന്നെ ടൊവിനോയുടെ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു മാസ് എലിവേഷൻ സീൻ വെക്കുമെന്ന് ലൈക്ക് ഞാൻ അതും പ്രതീക്ഷിച്ചില്ല. അതും തിയേറ്ററിൽ, അത് തിയേറ്റർ മൂവ്മെന്റ് ആ പടമൊക്കെ, ആ സീനൊക്കെ. പിന്നെ അഗൈൻ മോർ ദാൻ ദാറ്റ് ഐ വാസ് അമേസ്ഡ് ആൻഡ് സർപ്രൈസ്ഡ് ബൈ ദ ഫാക്ടർ ദാറ്റ് ലൈക്ക് വിവേക് ഒബ്റോയ് കുഡ് ഡു എ ക്യാരക്ടർ സോ ഇത്രയും കൺവിൻസിങ് ആയിട്ടൊരു
വില്ലൻ റോള്. ഇതിനു മുന്നേ വരെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാ. മറ്റേ പുലി പതുങ്ങുന്നത് മറ്റേ ഒളിക്കാനല്ല, മറ്റേ കുതിക്കാനാന്ന് പറഞ്ഞ നമ്മുടെ യാ യാ അതിനകത്ത് യാ ആ വില്ലന്റെ പേര് പോലും കോമഡിയാ. അതെ, അയാളെ ഒരു ഡാഡി. വില്ലനായിട്ട് പോലും കാണാൻ പറ്റത്തില്ല. ഡാഡി ഗിരിജയൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ആ ഒരു ടൈമില് എനിക്കിപ്പോ ഓർക്കുന്നുണ്ട്, ഞാൻ ദിഗംബരനുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്, പണ്ടത്തെ അത്ര സ്ട്രോങ് വില്ലന്മാർ ഇപ്പൊ ഇല്ല നായകന്മാർക്ക്. ദാറ്റ്സ് ദ തിങ് ദാറ്റ് മേക്സ് വില്ലൻ, അത് നായകന്മാരെ ഒരു പദമായിട്ട് തോന്നും നമുക്ക്. ഇപ്പൊ പ്രജയ്ക്കകത്തെ മോഹൻലാലിനെ എടുത്താല് നമുക്കത് സംഭവമായിട്ട് തോന്നുന്നു. എന്താ പറയോ, മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്നത് മൊത്തം മറ്റേ ലാഹേൽ വക്കച്ചൻ, ഡി ദേവദേവൻ ഡി നമ്പ്യാർ, ഡി മറ്റേ നമ്മുടെ ബൽറാം ജോസഫ് ബൽറാം മടച്ചേരി, മച്ച്. ബൽറാം, കൊണാർക്ക് ഡിസ്റ്റിലറീസ്. ഈവൻ മറ്റേ പുള്ളിയാണെങ്കിലും വെടികൊണ്ട് ചത്ത മറ്റേ എന്തോ നായിക്ക, അയ്യോ അരുൺ നായക്, അരുൺ നായിക്, അല്ല രമൺ നായക്. രമൺ നായിക്. രമൺ നായകിന്റെ രമൺ നായിക്കിന്റെ ബ്രദറാണ്. ബ്രദറാണ് അരുൺ നായിക്. പിന്നെ മറ്റേ ഇതുണ്ട്, റെഡ്ഡി ബ്രദേഴ്സ്, നെറുകേടിന്റെ ലീഗ് വരുമ്പോ. അല്ല, സോ ലൈക്ക് ത്രൂ ഔട്ട് ദി ഇയേഴ്സ് ഇഫ് യു ലുക്ക്, എനിക്ക് തോന്നി ഇത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഫാൻ ബോയ് സർവീസ് ഫോർ വാട്ട് യു സേ, ഒരു മോഹൻലാലിനുള്ള ഫാൻ ബോയ് സർവീസ് അല്ല. പൃഥ്വിരാജ് ഇസ് എ ഹ്യൂജ് ഫാൻ ഓഫ് ജോഷി, ഷാജി കൈലാസ്, രഞ്ജിത്ത് എന്നുള്ളതെല്ലാം എവിഡന്റ് ഈ പടത്തിന്റെ അകത്ത്. അവർക്കാണല്ലോ മറ്റേ ഒരുപാട് കോടികളുടെ കയ്യിൽ ഒഴുകി പോയി എന്നൊക്കെയുള്ള അങ്ങനത്തെ ടൈപ്പ് തള്ളൊക്കെ ഉള്ളത് കൂടുതലും ഈ രഞ്ജിത്തിന്റെയും രഞ്ജിത് പണിക്കറിന്റെ ഒക്കെ പടത്തില്ല. ഈവൻ ദോ വി ലൈക്ക് ഇറ്റ്, ബട്ട് ആ ക്യാരക്ടേഴ്സിന് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു പണ്ടത്തെ കൊമേഴ്ഷ്യൽ സിനിമയില്. അവരുടെയൊക്കെ കഥകളിലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്ക് സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. യെസ്, അതാ മറ്റേ ഭയങ്കര ഡയലോഗിൽ മെൻഷൻ ചെയ്ത് പോകത്തേ ഉള്ളൂ, പക്ഷെ നല്ല കന്നുകച്ചവടക്കാരനായിരുന്നു നിന്റെ അപ്പൻ, മറ്റേ കാളയായിപ്പോ പുള്ളിയോട് പറഞ്ഞ അറിയാടാ, മറ്റേ കച്ചവടത്തിന്റെ നേരും നിറയുന്നൊക്കെ പറഞ്ഞു. ഇവരുടെ അപ്പന്റെ ഹിസ്റ്ററി ഒക്കെ നായകൻ അറിയാം. അതാണ്. അത് ആക്ച്വലി ഐ എം നോട്ട് മേക്കിംഗ് ഫൺ ഓഫ് ഇറ്റ്. രഞ്ജി പണിക്കറൊക്കെ ഈസിലി വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റേഴ്സ് ഇൻ മലയാളം. കൂടെ ഡിങ് ഡിങ് അതെ, ഡിങ് ഡിങ്. ആ ഡീലൊക്കെ എന്താന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. പിമ്പ് ചന്ദ്രദാസ് എന്നൊക്കെ പറയത്തില്ല, നീ ആ ദുബായ് കളി കളിച്ചില്ലെന്ന്. അങ്ങനത്തെ അതെ, ഉണ്ണിയും ഈ പുള്ളിയും തമ്മിലുള്ള ബന്ധം എന്താ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ മറ്റേ നിധി തേടിയുള്ള ദ്വീപുകൾ, മറ്റേ നിധി ഒളിഞ്ഞു കിടക്കുന്ന ദ്വീപുകൾ തേടിയുള്ള യാത്രയിൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. നീ 1 or 2 ചൂണ്ടക്കണ്ണി എന്റെ കണ്ണിന് നേരെ എറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയുമ്പോഴും എന്തോ ഭയങ്കര ഡാർക്ക് അണ്ടർവേൾഡ് കഥകളാണ് അതൊക്കെ. അന്ന് നമുക്കിതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലായിരുന്നു. പക്ഷെ അഗൈൻ, അപ്പം ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഫോർ എ കൊമേഴ്ഷ്യൽ സിനിമ ഇറ്റ് വാസ് റിയലി ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ. മെനി പീപ്പിൾ ഡിൻ ലൈക്ക് ഇറ്റ്, ടു ബി വെരി ഓണസ്റ്റ്. ആ സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞു വലിയ ലെറ്റ് ഡൗൺ ആയിരുന്നു, എല്ലെന്ന് എഴുതിയിട്ട് ലെറ്റ് ഡൗൺ എന്നൊക്കെ പറഞ്ഞ് റിവ്യൂ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരൊക്കെ. പക്ഷെ ഐ ലൈക്ക് ഇറ്റ്. അത് അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു സംഭവമുണ്ട്, പൃഥ്വിരാജ് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നടന്ന ഒരു കാര്യം ഇത്. പണ്ട് മറ്റേ കോഫി വിത്ത് ഡി എന്ന് പറഞ്ഞ പരിപാടിക്കകത്ത് ഇന്ന് ചോദിക്കുന്നുണ്ട്, ഡി ചോദിക്കും ലൈക്ക് ഡയറക്ഷൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആരെയൊക്കെ വെച്ച് ഡയറക്ട് ചെയ്യും. അന്ന് മഞ്ജു വാര്യരുടെ സിനിമയിൽ അഭിനയം നിർത്തിയിരിക്കുന്ന ടൈമാണ്. അന്ന് പറയുന്നുണ്ട് മോഹൻലാലും മഞ്ജു വാര്യരായിരിക്കും, ആൻഡ് ഹി ഡിഡ് ഇറ്റ്. സോ പൃഥ്വിരാജിനെ ഇലുമിനാറ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത കാലഘട്ടമായിരുന്നു. മലയാളികൾക്കിടയിൽ ഇലുമിനാറ്റി ഒരു തരംഗമായത് ഈ പടത്തിന് ശേഷമാണ്. അതാ രാജേട്ടൻ. അതൊരു മിസ്ഇന്റർപ്രിട്ടേഷനാ സാറ്. ആ ന്യൂസ് പേപ്പർ കട്ടിങ്സിന്റെ അകത്ത് ചോദിക്കുന്നത് റോത്ത് ചൈൽഡ് വീണു, ഇപ്പൊ KA ആണ് ഇലുമിനാറ്റിയുടെ പുതിയ ആം എന്നുള്ള രീതിയിലാണ് ആ ന്യൂസ് പേപ്പറിന്റെ അകത്ത് കാണിക്കുന്നത്. അപ്പൊ ആൾക്കാരെല്ലാം പറഞ്ഞു ഓക്കെ പുള്ളി ഇലുമിനാറ്റിയ, മറ്റേ കയ്യിൽ സിക്കാഡയുടെ റിങ് അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. ബട്ട് സ്റ്റിൽ വി ഡോണ്ട് നോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണും, വെറുതെ കൊണ്ട് വെക്കാറില്ലല്ലോ. എന്തെങ്കിലും സീക്രട്ട് സൊസൈറ്റി റിലേറ്റഡ് സംഭവം കാണും. ഈവൻ അവരുടെ സിമ്പിള് തന്നെ ഐ ആയതുകൊണ്ട് ഇതിനകത്ത് കുറെ ഐ സംബന്ധമായിട്ടുള്ള ഷോട്ടുകളും കാര്യം. ഇപ്പം മറ്റേ PK രാംദാസിന്റെ മറ്റേ കാസ്കറ്റ് കാണിക്കുന്നത് മോളിൽ നിന്നുള്ള ആ ഷോട്ടിൽ അതൊരു ഐ പോലെ വരുന്നത്, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുന്നത്. സ്റ്റീഫന്റെ ആണെങ്കിലും ഒരു സൈഡ് ഒരയ്യ ആദ്യത്തെ ഷോട്ടില് ഒരു ഭാഗം മാത്രം. പുള്ളിയുടെ കണ്ണ് നിങ്ങൾക്ക് ഗൂഫപ്പ് ആയിട്ട് എന്തെങ്കിലും തോന്നിയ സിനിമയില്? ഗൂഫപ്പ് ആയിട്ടോ
എനിക്ക് ഒരു വലിയ മാസ് മൊമെന്റ് കഴിഞ്ഞിട്ട് ആരാ സ്റ്റീഫന്റെ തന്ത ചോദിച്ചത് ഒരു എനിക്കതാണ് ഞാൻ ഇപ്പൊ പറയാൻ വന്നത്. അതൊരു അയ്യോ അതിങ്ങനെ മികച്ച അയ്യോ അല്ല, തന്റെ തന്തയല്ല എന്റെ തന്തയല്ല തന്റെ തന്താന്ന് പറഞ്ഞ അവിടെ ആ സീൻ കട്ട് ചെയ്തിരുന്നെങ്കിൽ അത് മതി, മാസമായിരുന്നു തന്നെ. അത് മതിയായിരുന്നു. മാസ്. അല്ല അത് ചിലപ്പം ആ ഒരു എപ്പോഴും ഹീറോയിന് മാത്രം വിൻ മതിയല്ലോ, മതി എന്നുള്ള സാധനം ചിലപ്പോ അതിന്റെ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്തതായിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ പോ. അതെ, അതെല്ലാം പറയാൻ പറ്റുന്നുള്ളൂ, അല്ല എന്താ പറയാൻ പറ്റും. പോ. അല്ല പിന്നെ ഈ അയ്യയുടെ പൾപ്പിച്ചില്ലാത്ത കാര്യം ഡയലോഗ് പറഞ്ഞത്, വെക്കണ്ടായിരുന്നു. അയ്യയുടെ കാര്യം അതെനിക്ക് പറഞ്ഞത് ഇഷ്ടപ്പെട്ടു സത്യത്തില്. നല്ലൊരു അല്ല, ഒരേ ഒരു ഈസ്റ്റർ രാജാവ് എന്ന് എഗ്. പറഞ്ഞതൊക്കെ കൊള്ളാം. അല്ല, അത് നല്ലൊരു ഈസ്റ്റർ എഗ് ആണ് സത്യം പറഞ്ഞ, ഒരു ഡീപ്പ് റെഫറൻസ് ആയിട്ട് കൊള്ളാം. പക്ഷെ വില്ലൻ നായകനെ അഡ്മയർ ചെയ്ത് മരിച്ചത് എനിക്ക് തോന്നുന്നു ഈ പടത്തിലായിരിക്കും. അത് ശരിയാ. അല്ല അത് ആദ്യം കഴിഞ്ഞ ഈ പടത്തിലായിരിക്കും. തനിയൊരുവനിലും അതിന്റെ അകത്ത് അങ്ങനെയായിരുന്നു. തനിയൊരുവന്റെ അകത്ത് യെസ് ഒരു തനിയൊരുവൻ മോമെന്റ് ആയിരുന്നല്ലേ അത്. തനിയൊരുവന്റെ അതെ. തനിയൊരുവൻ പക്ഷെ അതൊരു വേറെ ടൈപ്പ് ഓഫ് ഒരു അത് ഭയങ്കര കിടില, ഒന്നും പറയാനില്ല. പക്ഷെ അഗൈൻ ഫോർ എ മലയാളം വില്ലൻ ബോബി മെമ്മറബിളാ. അത്രയും കടുവയ്ക്കകത്ത് വന്നില്ല അവര് ശ്രമിച്ചെങ്കിലും. അതെ, പക്ഷെ വിനീതിനെ വെച്ച് ഡബ് ചെയ്യിപ്പിച്ച ഒരു മികച്ച തീരുമാനമായിരുന്നു. നല്ലൊരു ചോയ്സ് ആയിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വിനീത് അഭിനയിച്ചിരുന്നേ പോലും കുഴപ്പമില്ലായിരുന്നു. അല്ല വിനീത് ആ ഡബ് ചെയ്തത് കൊണ്ടാണ് അത്രയും വില്ലൻ വേഷത്തിന് എലിവേഷൻ വന്നതെന്നും എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. കാരണം അത് ഒരു എക്സ്ട്രോർഡിനറി, പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് ചേരുന്ന മലയാളം സൗണ്ട് ആയിരുന്നു അത് കണ്ടുപിടിച്ചത്. അത് പക്ഷെ വിനീതാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. കാരണം എന്താ, നോർമലി നമ്മൾ കേൾക്കുന്ന വിനീതിന്റെ ഒരു സ്റ്റൈൽ ഓഫ് സംസാരമാണ്, പക്ഷെ സൗണ്ട് ചെറുതായിട്ട് ട്വീക്ക് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വിനീതിൻ നോൺ മലയാളി സംസാരം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അല്ല മലയാളിയാണ്, പക്ഷെ നോൺ റെസിഡന്റ് മലയാളി സംസാരം പുള്ളിയുടെ. ആംഷി എന്നൊക്കെ വിളിക്കുന്ന ആളാ, അമ്മച്ചിയെ ആംഷി എന്നൊക്കെ വിളിക്കുന്ന പോലത്തെ ആ ടൈപ്പ്. തികജൻ സർ. പക്ഷെ വിനീത് തന്നെ ചെയ്തിരുന്നെങ്കിലും വിവേക് ഓബറോയുടെ ഒരു പ്രസൻസ് വേറെ തന്നെയാണ് കേട്ടോ. വിവേക് ഓബറോയുടെ അല്ലേ? അപ്പം വിനീത് തന്നെ ചെയ്തിരുന്നെങ്കിലും ചിലപ്പോ അത്രയും വരുമോ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട്. പക്ഷെ പുള്ളിയുടെ വോയിസും ഇങ്ങരുടെ ഒരു ഇതുമായപ്പം നല്ലൊരു കോമ്പിനേഷൻ. ബിലീവബിൾ ആയിട്ട് തോന്നിയൊരു കാര്യമേ, ഈ ലാലേട്ടൻ 41 മിനിറ്റേ ഉള്ളായിരുന്നു പൃഥ്വിരാജ് പറഞ്ഞതാണ്. എനിക്ക് കാരണം പുള്ളി അങ്ങനെ ഇച്ചിരി നേരം ഉള്ളായിരുന്നു, 3 മണിക്കൂർ പടത്തിനകത്തില് ഇച്ചിരി നേരം ഉള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് ത്രൂ ഔട്ട് ലാലേട്ടൻ പിന്നെയും പോയി കാണുമ്പോഴാണ് നമുക്കത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ തോന്നത്തേയില്ല. അതെ, വിക്രത്തിന്റെ അകത്ത് അത്രയും പോലെ ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അതെ 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 സത്യമാണ്. അതിന്റെ ഒരു ഇതാണ് ഇവരെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ബിൽഡപ്പ് ആയതുകൊണ്ട് അതിന്റെ ഒരു ഡെലിവറും ചെയ്യുന്നുണ്ട്. ചില പടങ്ങളിലെ ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും കാണാറില്ലാത്ത പരിപാടി ഉണ്ട്. അല്ല അത് 40 മിനിറ്റ് കൂടുതൽ ത്രൂ ഔട്ട് ലൂസിഫറിന്റെ റീമേക്കിൽ കൊണ്ട് വെച്ചിട്ടും പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ലെന്നുള്ളതാണ് എന്റെ കൊമഡി. അത് നിനക്ക് എനിക്ക് ഭയങ്കര മാസ് എലവേഷൻ ആയിരുന്നു. ചിരുകരുവിന്റെ ലൂസിഫർ, ഗോഡ്ഫാദർ. അല്ല ഞാനത് മുമ്പേ ചക്രവാണിയോട് പറയായിരുന്നു. എനിക്ക് തോന്നുന്നു എമ്പുരാനും ലൂസിഫറിനുള്ള ഏറ്റവും വലിയ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഗോഡ് ഫാദർ എന്ന് പറയുന്ന ലൂസിഫറിന്റെ റീമേക്ക് ആണ്. സൃഷ്ടി പടച്ചു വിട്ടതല്ലേ, തമ്പി എന്നുള്ള അവസ്ഥ. എനിക്ക് സത്യം പറഞ്ഞ ആ റീമേക്ക് കണ്ടപ്പോഴാണ് ലാലേട്ടനും ഈ ലൂസിഫറിനും ഒക്കെ കുറച്ചും കൂടി ഒരു വില വന്നത്, സത്യം പറയാം. അത് പ്രശ്നം എന്താ അറിയോ, വേറെ ഒരു ഇൻഡസ്ട്രിയിൽ ഇത് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഭയങ്കര ഒരു സട്ടിൽ, എന്നാൽ ഒരുപാട് ഉള്ളിൽ ഒതുക്കുന്ന ഒരു മനുഷ്യനെ, അതായത് ഇറ്റ്സ് മെയ്ഡ് ഫോർ മോഹൻലാൽ. ഐ ഡോണ്ട് തിങ്ക് എനിവൺ എൽസ് കൻ ഡു ഇറ്റ്. അത് പൃഥ്വിരാജിന്റെ റീസെന്റ് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പുള്ളി പറയുന്നത് കേട്ടു. അതായത് ലാലേട്ടൻ ഇങ്ങനെ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, അത് എനിക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, അത് അറിയാവുന്നത് മുരളി ഗോപിക്കും പൃഥ്വിരാജിനുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പൃഥ്വിരാജ് ഇങ്ങനെ അതിന് കമന്റ് ആയിട്ട് പറയാണ്, ഓൾദോ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടർ ആണെങ്കിൽ പോലും ഞങ്ങൾ എഴുതി വെച്ച സാധനം ലാലേട്ടനെ പ്രസന്റ് ചെയ്തപ്പം ലാലേട്ടൻ അവരോട് വന്നിട്ട് ചോദിച്ചു എന്ന്, എന്താണ് ഈ ക്യാരക്ടറിന്റെ ഒരു ഓൾവേസ് ഇൻ സോറോ എന്ന് ചോദിച്ചു എന്ന്. അതെ, അപ്പം അത് ലാലേട്ടൻ ഒബ്സർവ് ചെയ്ത് ശരിയാണ്, ആ ക്യാരക്ടർ ത്രൂ ഔട്ട് ഒരു ഡീപ്പ്
സാഡ്നെസ് ഉണ്ട് ആ ക്യാരക്ടറിന്റെ ഒരു എന്താ പറയുന്ന ഒരു അണ്ടർലൈനിങ് സ്വഭാവത്തില്. കാരണം ഒരുപാട് Meanings. ക്വസ്റ്റ്യൻസ് ഉള്ള മനുഷ്യനാണ്. കാരണം അയാൾക്കൊരു സ്പെക്കുലേഷൻസ് മാത്രമേ അയാളുടെ അപ്പനെ പറ്റി അറിയത്തുള്ളൂ. എന്നിട്ട് അവസാനം ചോദിക്കുന്ന PKR ആണോ എന്റെ അച്ഛൻ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. ആ അച്ഛനാണെങ്കിൽ ഒന്നും മിണ്ടത്തുമില്ല. ഞാനൊരു അയാളാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് തിയറി കുഴപ്പക്കാരൻ. കേട്ടായിരുന്നു. അതായത് PKRന്റെ മരണത്തിൽ സ്റ്റീഫനും ഒരു ചെറിയൊരു പങ്കുണ്ടെന്നല്ലേ. പങ്കുണ്ടെന്നോ? പങ്കുണ്ടോ എന്നുള്ള രീതിയിൽ. എനിക്കും അതിൻ്റെ അകത്തൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പുള്ളി അതിന്റെ ഒരു ഗിൽറ്റ്, കാരണം ഇത്രയും പുള്ളിയുടെ വലങ്കൈയായിട്ട് നടന്ന ഒരാള്, പക്ഷെ പുള്ളിയുടെ മരണത്തിന് കാണാൻ പോകാനായിട്ടൊരു ഒരു വിമുഖത, അത് പിന്നെ രാമദാസിനെ പോയി കാണണം എന്ന് ചിലപ്പോ അത് മറ്റേ പുള്ളിയെ തകർത്ത് കാണുമായിരിക്കും മെന്റലി. അതും ഉണ്ടായിരിക്കും, അതായിരിക്കാം ഒറിജിനൽ. പക്ഷേ പക്ഷെ PKRനെ തീർത്ത ബോബി തന്നെ, അത് ബോബി പറഞ്ഞായിരുന്നു. അതെ അതെ അതെ, പുള്ളി തന്നെ. അത് ഈ ഗോഡ് ഫാദറിന്റെ അകത്ത് കാണിക്കുന്നുണ്ട്, ഇതിന്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ മറ്റേതിന്റെ അകത്ത് കാണിക്കുന്നുണ്ട്, അപ്ഗ്രേഡേഷൻ ആയതുകൊണ്ട്. അല്ല അത് പക്ഷെ ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മസ്താൻബായി മറ്റേ ലോറിയൊക്കെ പറപ്പിക്കുന്ന കണ്ടപ്പം സമാധാനമായിരുന്നു. മസുംബായി, സോറി മസ്താൻബായി അല്ല, മസ്താൻബായി മസ്താൻബായി നമ്മുടെ ഷാങ്കി ഷാങ്കിയാണ്. ആയിരുന്നു. സോറി മസുംബായി ആ ക്യാരക്ടർ റൊമാൻറ്റിക് ലുക്ക് കുറച്ചുകൂടെ ആയിട്ട് വരും. എച്ച്ഡ് ആയിപ്പോയി മനസ്സിലതുകൊണ്ട് അത് തോന്നുന്നു. ഭയങ്കര ഇതിന്റെ അകത്ത് ഈ സായിദ് മസൂദിന്റെ മേഴ്സണറീസിനെ ആദ്യമായിട്ട് കാണിക്കുന്ന സീനുണ്ടല്ലോ, ഇവര് ഈ പൈസ മൊത്തം നശിപ്പിക്കുന്നത്. ആ Blast സീൻ ചെയ്യുന്നത്. ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കണം, ഹൊറർ സിനിമയുടെ ഒക്കെ പോലത്തെ ഭയങ്കര. ലൈക്ക് വി ഹാവ് ടു മെൻഷൻ ദീപക് ദേവ് ഹാസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. കാരണം ദീപക് ദേവ് കുറച്ച് നാൾ ഇച്ചിരി ലോ ആയിട്ട് കരിയറിൽ ഇരിക്കുന്ന സമയത്താണ് ലൂസിഫർ പോലത്തെ ഒരു പടം ഏൽപ്പിച്ചത്. ലൈക്ക് ലൂസിഫറിന്റെ മ്യൂസിക് ഡയറക്ടർ റിവീൽ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഐ വാസ് പ്രേയിങ് ഗോപി സുന്ദർ ആയിരിക്കല്ലേ അത് എങ്ങനെ മനസ്സിലുണ്ട്. കാരണം ഐ വാസ് ഡൺ വിത്ത് ഗോപി സുന്ദർ. ഇപ്പൊ ജേക്സ് ബിജോയ് ആണ്, സുഷിൻ ഷാവ് ആണെന്നെങ്കിൽ പോലും ഐ വുഡ് ഹാവ് ബിൻ ഹാപ്പി. പക്ഷെ ദീപക് ദേവ് ടുക്ക് ഇറ്റ് ടു ദ, അതായത് അത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കേൾക്കുമ്പോഴറിയാം പൃഥ്വിരാജിന് വേണ്ടി കറക്റ്റായിട്ട് ആ മീറ്ററിൽ തന്നെ ചെയ്തതാണ്. കാരണം അതിൻ്റെ അകത്തൊരു സീൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയത്തില്ല, PKRനെ കാണാൻ വേണ്ടി ആ ബിൽഡിങ്ങിന്റെ അകത്തോട്ട് കയറത്തില്ലേ, അപ്പൊ മോഹൻലാൽ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ ഒരു ഹെവി ബീറ്റ് പോലത്തെ ഒരു സാധനം വന്ന് വീഴും, ഇങ്ങനെ ഒരു ഇടി വന്ന് വീഴുന്ന പോലെ ഡിങ് എന്ന് പറഞ്ഞൊരു സാധനം. അപ്പൊ കൈയുടെ പവറും ഒരാളിങ്ങനെ കൈ കാണിക്കുമ്പോൾ തന്നെ ദേ സ്റ്റോപ്പിങ്. പിന്നെ അതിൻ്റെ അകത്തൊരു എപ്പിക് സീനാണ്, മറ്റേ സ്റ്റീഫൻ നടന്നു പോവല്ലോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, അപ്പൊ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് പോകത്തില്ല. പക്ഷേ ലൈക്ക് ഇന്നലെ ഞാനത് ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചാണ്. കാരണം അതിൻ്റെ അകത്ത് ഇപ്പം ഈയിടയ്ക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കാണുമ്പോൾ എനിക്ക് ഡിസ്ട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ ഗുമസ്ത BGM തലയിൽ വരും ആ സീൻ കാണുമ്പോൾ. കാരണം അതിൻ്റെ അകത്ത് ആ പുള്ളി സൈഡിൽ നടക്കുന്നുണ്ട്, ഷാജോന്റെ സൈഡിൻ്റെ അകത്ത് ഗുമസ്ത നടക്കുന്നുണ്ട്. അയ്യോ, എന്റെ തലയിൽ ആ BGM പോകുന്നില്ലായിരുന്നു, ഇപ്പോഴാ ഒന്ന് മാറിയത്. ആ സീക്വൻസ് നമ്മുടെ തലൈവറുടെ കഥയിൽ നിന്ന് ഇൻസ്പയർ ആയതാണെന്ന്. അത് പക്ഷേ ഇപ്പം ഒരു സ്റ്റേജിൽ വെച്ച് പൃഥ്വിരാജ് പറഞ്ഞു അത് ശരിക്കും എന്താ രജനീകാന്ത് ചെയ്തതാണെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിലും പുള്ളി പറഞ്ഞു. ശരിക്കും രജനീകാന്ത് ശരിക്കും പുള്ളി ചെയ്തതാണെന്ന് അറിയത്തില്ല, അതൊരു റൂമർ ആണെന്ന് അറിയത്തില്ല, പക്ഷെ ആ കേട്ടത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. പുള്ളി റോഡിന്റെ നടുക്ക് വണ്ടി ഇട്ടിട്ട് അതിന്റെ മണ്ടേ കയറി ഇരിക്കുകയാണ് ചെയ്തത്. അതെന്താ പറയുക, ജയലളിത പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ റോഡ് ബ്ലോക്ക് ചെയ്തു. അപ്പൊ പുള്ളി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ കേട്ട വേർഷന്റെ അകത്ത് പുള്ളി വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി സൈഡിൽ ഒരു ചായക്കട ഉണ്ട്, അവിടെ പോയി ചേർത്ത് വെച്ചിങ്ങനെ നിന്നു, ആൾക്കാർ കൂടി. ഞാനും ആ വേർഷനാ കേട്ടിട്ടുള്ളത്. പിന്നെ എനിക്കത് രജനീകാന്തിന്റെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതമുള്ളൂ. കാരണം പുള്ളിയുടെ പോസിബിളാ. കാരണം ഈ നായകന്മാർക്ക് ഓൺ സ്ക്രീൻ ഉള്ള സ്വാഗ് പോലെയല്ലേ രജനീകാന്തിന് ഓഫ് സ്ക്രീൻ സ്വാഗുകൾ ഒരുപാടുണ്ട്. ദാറ്റ്സ് വാട്ട് മേക്സ് ഹിം എ സൂപ്പർ സ്റ്റാർ. അതെ, അത് മറ്റേ ഫിയറ്റിന്റെ കഥ പറയുന്നുണ്ടല്ലോ, ദർബാറിന്റെ ഓഡിയോ. എന്റെ ദൈവമേ, അത് വിഷയം കഥയാ അതൊക്കെ. അത് ഐ ഡോണ്ട് തിങ്ക് എനിവൺ എൽസ് ഹാസ് ദാറ്റ്. സോ ബട്ട് എനിവേ, അപ്പൊ ലൂസിഫർ കണ്ടിട്ടല്ലേ സൗന്ദര്യ പൃഥ്വിരാജിനെ വിളിക്കുകയൊക്കെ ചെയ്തത് പടം ഡയറക്ട് ചെയ്യാമെന്ന് ചോദിച്ചു. അത് ചെയ്യാൻ ഞാൻ നന്നായി എന്നാണ് എന്റെ അഭിപ്രായം. എന്നാൽ മുടിയാതെ തമ്പി എന്നുള്ള പറയാൻ പറ്റത്തില്ല.
അപ്പൊ വേറൊരു രീതിയിൽ പിടിച്ചേനെ. ഇവിടെ ഇത് മതിയല്ലോ, കാര്യം ഇവിടെ സെറ്റിലായിട്ട് ചെയ്താലും മാസമായിട്ട് തോന്നിപ്പിക്കാൻ പറ്റിയ ആളാണല്ലോ ഉള്ളത്. പിന്നെ വേറൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇപ്പം സ്റ്റീഫന്റെ വണ്ടിയുടെ നമ്പർ 666 ആണെന്ന് ഓ പറയുന്നുണ്ട്. പക്ഷെ ആ വണ്ടി ആ, ശരിക്കും പി കെ ആറിന്റെ വണ്ടിയാ. ആ, 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 ആ. ഏത് പി കെ ആറിന്റെ വണ്ടിയാ അത് ശരിക്കും. കാരണം പി കെ ആറിന്റെ ഈ ഭാര്യ മരിച്ചു കഴിയുമ്പോ വരുമ്പം ആ അംബാസഡറിലാണ് വരുന്നത്. അന്ന് സ്റ്റീഫൻ ചെറുതാ. പക്ഷെ അന്നേരം അന്നേരം വണ്ടിയുടെ നമ്പർ 666 ആയിരുന്നു. സെയിം 666 ആ. ഓ യെസ്, നൈസ്. പുള്ളി ഓടിക്കുന്ന അല്ല ജീപ്പ് ഇതിലേ 666 ആ. ഇപ്പം പുള്ളി ദൈവം ഇങ്ങേര് ചെകുത്താനുമാണെങ്കിൽ അവര് തമ്മിലൊരു ഒരു അത്ര സുഖകരമായിട്ടുള്ള ഒരു ബന്ധമല്ലല്ലോ ഉണ്ടാവാതിരിക്കേണ്ടത്. ആ അതുകൊണ്ടാണ് അതാ പറഞ്ഞ. അങ്ങനത്തെ മറ്റേ തിയറിക്ക് ഒരു ഇത് വന്നത്. അല്ല, ഇതൊരു പിന്നെ എന്താ ഈ പറയുക, ഫോളൻ ടൊവിനോയും ഏഞ്ചലാ ബേസിക്കലി. ആ അല്ല, അത് ഈ ലൂസിഫർ ആയതുകൊണ്ടാണല്ലോ ഇങ്ങേരുടെ മോൻ തന്നെയാണോ എന്ന് നാട്ടുകാർക്ക് ഡൗട്ടും വരുന്നത്. കാരണം ദൈവത്തിന്റെ മകൻ തന്നെയാണല്ലോ ലൂസിഫർ. അപ്പം ഓൾദോ ഫോളൻ ഏഞ്ചൽ മകൻ ആ തന്നെയാണല്ലോ. അല്ല ഏഞ്ചൽ എന്നല്ലേ പറയുന്നത്. സൺ ഓഫ് ഗോഡ് വേറെ, ഏഞ്ചൽ വേറെ. ഫോളൻ അല്ല, പക്ഷെ ഏഞ്ചലാണ്. ആ ഏഞ്ചൽസിനെ ആണെങ്കിൽ പോലും ഇപ്പം ടെക്നിക്കലി തിയോളജിക്കലി പറയുകയാണെങ്കിൽ ആദ്യം ഉണ്ടാക്കിയ മക്കൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. മിഖായേൽ, പക്ഷെ ഗബ്രിയേൽ, എന്നാലും അവരെ സഫായേൽ. ഏഞ്ചൽസ് എന്നല്ലേ എല്ലായിടത്തും വിശേഷിപ്പിക്കുന്നത്. ആകെ ജീസസിനെയാണല്ലോ അത് സൺ ഓഫ്. ആ സ്പീഷീസ് ആണ്, ആ അത് സ്പീഷീസ് ആണ്. ആ അല്ലാതെ അത് ഹ്യൂമൻ സൺ എന്ന് പറയുന്നത് ജീസസ് ആണ്. ബട്ട് ഏഞ്ചൽ എന്ന് പറയുന്ന സ്പീഷീസിലും അതും സൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ നമ്മൾ, ഹ്യൂമൻ എന്ന് പറയുന്ന സാധനം ഒരു സ്പീഷീസ്, അതുപോലെ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു സ്പീഷീസ്. പക്ഷെ ഈ സ്പീഷീസ് രണ്ടും മക്കൾ സ്പീഷീസ് എന്ന് തന്നെയാണ്. പറയാൻ പറ്റുമോ? മനസ്സിലായോ? സെലസ്റ്റിയൽ ബീങ്സ് എന്നല്ലേ പറയാൻ ആ, പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഇപ്പൊ തിയോളജിക്കലി നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ അതിനെ ഡൈസെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതിന്റെ കോൺസെപ്റ്റ് ആ ഉദ്ദേശിച്ചത്. മനസ്സിലായി. മകൻ എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജിയിൽ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഐഡിയയിൽ വരുന്ന സാധനമാണ് ഇത് രണ്ടും എന്നുള്ള രീതിയിൽ. ആദ്യം ഉണ്ടാക്കിയത് ലൂസിഫർ, ആ ഏഞ്ചൽ കൂട്ടങ്ങളെയാണല്ലോ ആദ്യം ഉണ്ടാക്കിയത്. അപ്പം ടെക്നിക്കലി ഫാദറിങ് തന്നെയാണല്ലോ എല്ലാം. അങ്ങനെ അത് നോക്കുമ്പോ ഫാദറിങ് ആണ്. പക്ഷെ ഇത് ബ്ലഡ് ആൻഡ് ബോൺ എന്നൊക്കെ പറയാവുന്ന അതുകൊണ്ടാണ് പോലത്തെയാണ്. ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നത്. സ്റ്റീഫൻ ശരിക്കും സ്റ്റീഫന്റെ അപ്പൻ തന്നെയാണോ എന്ന് കൺഫ്യൂഷൻ വരുന്നതെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ പിന്നെ ഒരു അപ്പനാകാനുള്ള ചാൻസസ് ഞാൻ കാണുന്നില്ല. എനിക്കത് അല്ല എന്നുള്ള ഒരു ഇൻക്ലിനേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ത്രൂ ഔട്ട് ലൂസിഫർ കാണുമ്പോഴേ. കോൺട്രഡിക്ട് ചെയ്യുന്ന എവിടെയെന്ന് പിന്നെ വെച്ചാൽ ഒരു കാര്യം പറഞ്ഞു. പിന്നെ ഈ നമ്മുടെ ഞാൻ എന്തായിരുന്നു പറയാൻ വന്നേ? അയ്യോ, പറയാൻ വന്ന് മറന്നുപോയി. എന്തോ പറയാൻ ചക്രവാണി വേണ്ടി പറ, വന്നത്. ചക്രവാണി അല്ല, എന്താ? ഈ സ്റ്റീഫന്റെ അച്ഛനുണ്ടല്ലോ, ഈ മറ്റേ പുള്ളി എന്തോ നക്സലൈറ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ ഇത് പറയുന്നുണ്ടല്ലോ. ആ പുള്ളിയുടെ മരണത്തിന് ഉത്തരവാദി PKR ആണ്. അതെ അതിന്റെ ഒരു കുറ്റബോധമാണ് ഞാനതാ പറയാൻ വന്നത്. PKRന്റെ മനസ്സിലുള്ളത് എന്നുള്ള രീതിയിൽ. കാരണം അതിൻ്റെ അകത്തൊരു എനിക്ക് തോന്നി എന്താ പറഞ്ഞാൽ, പുള്ളിയുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലായത് ഹി നോയിങ്ലി ഓർ അൺനോയിങ്ലി വാസ് ഹാഡ് ടു ബി പാർട്ട് ഓഫ് എ കോൺസ്പിറസി, എ ബിഗർ കോൺസ്പിറസി വിച്ച് മർഡേർഡ് സ്റ്റീഫൻസ് ഫാദർ, ഹു മൈറ്റ് ഹാവ് ബീൻ എ ബിഗർ പേഴ്സൺ. അല്ലെങ്കിൽ ഒരു പ്രോപ്പർ നെക്സ്ലേറ്റ് ആയിരുന്നായിരിക്കും. അപ്പം അതിന്റെ ഒരു കുറ്റബോധത്തിന് വീട്ടിൽ കൊണ്ടുവന്നതായിരിക്കാം. പക്ഷെ ഗോഡ് ഫാദറിന്റെ അകത്ത് കുറച്ചുകൂടെ അതില് ഇത്തിരി ഡീപ്പായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഒരു എൻജോയബിൾ വാച്ച് ആയിരുന്നു. കൂടുതൽ ഇപ്പം ഇതില് പ്രിയദർശിനിയായിട്ടുള്ള സ്റ്റീഫന്റെ റിലേഷൻഷിപ്പ് ആണെങ്കിലും പുള്ളി അങ്ങോട്ട് ഒരുപാട് അങ്ങ് അപ്പം മറ്റേതിൻ്റെ അകത്ത് അങ്ങനെയല്ല. അല്ല, എനിക്ക് സത്യം പറഞ്ഞാലേ എനിക്ക് അതിനകത്തിലെ പ്രിയദർശിനിയോട് എനിക്ക് സങ്കടം തോന്നി. എന്തിനാണ് അങ്ങനെ ഒരു ക്യാരക്ടറിന് തോന്നിയ അവസ്ഥയായിപ്പോയി. കാരണം ഇതിനകത്തിലെ ആ ക്യാരക്ടറിനെ എനിക്ക് അറിഞ്ഞുകൂടാ. അവർ വെറും സൈഡ് ലൈൻഡ് ആക്കി കളഞ്ഞ ആ ക്യാരക്ടറിനെ. എന്തിനാ അത് അങ്ങനെ ചെയ്തതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇതിനകത്തിലെ പ്രിയദർശിനിക്ക് അതിൻ്റെതായുള്ളൊരു വെയിറ്റ് ഉണ്ട്. ഷീസ് എ സ്ട്രോങ് ക്യാരക്ടർ. പക്ഷെ മറ്റേതൊരുമാതിരി അങ്ങ് കഷ്ടമായി പോയി. ചിരുകാരന്റെ ആണോ അതും നയൻതാരയൊക്കെ കൊണ്ടുവന്ന്, ചിരുകാരുണ്ട് നയൻതാരയൊക്കെ കൊണ്ടുവന്ന്. അല്ല, അതില് ബ്രഹ്മയാണല്ലോ എല്ലാവർക്കും മുകളിൽ. അപ്പം പിന്നെ അവിടെ കൊണ്ടുവന്ന് പ്രിയദർശിനി ജതിനെയൊക്കെ കൊണ്ടുവന്ന് അവനെ കൈയടി വാങ്ങിച്ചു കൊടുക്കാനാണ്. പിന്നെ ഞാൻ ജതിന്റെ ക്യാരക്ടർ ഇല്ലല്ലോ എന്റെ അതിലുണ്ട്. അതുകൊണ്ടാ കൊണ്ടുവരാൻ ചെയ്തത്. അവനെ കൊണ്ടുവന്നിട്ട് അതെ. പിന്നെ മറ്റേ മസുംബായി ഉണ്ടല്ലോണ്ട്, മസ്താൻ ബായി ആണ് പുള്ളിക്ക് ചേരുന്ന പേര്. മസുംബായിനെ മജ്നുബായി അതായിരിക്കും കുറച്ചുകൂടെ നല്ല. അവസാന ഡാൻസ് റൊമാൻറ്റിക് ലുക്കൊക്കെയാണ്. അതെ അതെ അതെ.
അവസാനത്തെ ഡാൻസ് അത് ബ്രിമേഡ് റീക്രിയേറ്റ് ഡാൻസ്. ചെയ്യാതിരിക്കുക. ജസ്റ്റ് ലീവ് ഇറ്റ് അലോൺ. ഐ മീൻ ഈവൻ ഇൻ ഹിന്ദി ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇത് ആരെ കൊണ്ട് ചെയ്യാൻ പറ്റുക. ഹിന്ദിയിലൊന്നും ആർക്കും ചെയ്യാൻ പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചീരുകാരു ഗോഡ് ഫാദർ ചെയ്യുമ്പോൾ ചീരുകാരിന് അതെ. പറ്റിയ റോളാണെന്നുള്ള രീതിയിൽ. പക്ഷേ ഐ വാസ് സോറി, ഞാൻ സ്റ്റാലിനൊക്കെ കണ്ട് കുറച്ച് അല്ല, ചിരുകാരു പുള്ളി ഫാൻ അതിനെ ആയിരുന്നതുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്തു. പുള്ളി പറഞ്ഞ പോലെ തന്നെ ലൂസിഫറിനെ പുള്ളി അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാരണം അപ്ഗ്രേഡേഷൻ അവിടെ ആ ഇനി ആരെയും കൊണ്ട് സട്ടിലിറ്റി പറ്റത്തില്ല. പറ്റത്തില്ല. അവർക്ക് സട്ടിലിറ്റി എന്ന് പറയുന്ന സാധനം ഏക്കത്തില്ല അവിടെ സൂപ്പർ സ്റ്റാർ. അല്ലല്ല, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പം അല്ലെങ്കിൽ നോർമലി നീ കമന്റ്സ് ചീരുകാരുവിനെ എടുത്ത് നോക്കിയാ മാറ്റിയിട്ടേ മതി. ബാൽജിയെ മലയാളം ബാലയ്യക്കാരു വെക്കണം. ആയിരുന്നെങ്കിൽ ബാൽജി ആ വെക്കണം. വേറെ ലെവലായനെ, അതാകുമ്പോ പിന്നെ ഇച്ചിരി കൂടെ ഒരു ഗോഡ് ലെവലായി പെവറായനായിരുന്നു. ഓ മറ്റേ ബാലയ്യക്കാരുവിന് പറ്റിയത് നർക്കോട്ടിക്സ് ഡേർട്ടി ബിസിനസ് ബാലയെ പറയുന്ന. ബിസിനസ്. അയ്യോ വേറെ Nice. ഇതൊരുമാതിരി അയ്യോ, രമേശൻ. അതാണ് അതിന്റെ അകത്ത് എന്റെ ദൈവമേ. ഇവിടെ പെവർ ഡയലോഗ് ആയിട്ട് വന്നു, അവിടെ വന്നപ്പം അയ്യോ ഇത് ചീരു. Nice ആയിരുന്നു. അതന്നെ പുള്ളി ലാലേട്ടൻ മറ്റേ എന്റെ പിള്ളേരെ തൊടല്ലടാ പറയുന്നതിന് മുമ്പേ ഉള്ള ഒരു ചവിട്ടും ആ ഒരു സ്ട്രഗിൾ അതിപ്പോ ഉണ്ടല്ലോ, അത് പുള്ളിക്ക് ഭയങ്കര വയ്യാത്തോണ്ടല്ലോ. പക്ഷെ എനിക്ക് പക്ഷെ ആ ചവിട്ടിനേക്കാൾ ഇഷ്ടപ്പെട്ട എന്താ പറയാ, ആ ചവിട്ട് കഴിഞ്ഞ് പുള്ളിക്ക് തല്ല് കിട്ടിയിട്ട് ഹി ഗിവ്സ് എ ഡെത്ത് ആ സ്റ്റെയർ. നോട്ടം നോട്ടം. മാൻ, നോട്ടം അതിന്റെ അടിപൊളി. അകത്ത് മറ്റവന്റെ കണ്ണ് താന്നുപോയി. അതെ. ഇറ്റ് ലുക്സ് സ്കേറി. Nice ലൈക്ക് യു ലുക്കിംഗ് എന്താ പറയാ ഇൻ ടു ദ ഡെവിൾ സൈസ് എന്നുള്ള രീതിയിലായിരുന്നു. ഓ അല്ല, നമ്മള് നോർമലി ആണെങ്കിൽ ഇത് കണ്ണടക്കുന്നില്ലല്ലോ ഭയങ്കര പുള്ളി. ഹി നെവർ ബ്ലിങ്സ് ഇൻ ദാറ്റ് ഫിലിം. അല്ല, നമ്മുടെ ഈ ഒരു മലയാളികളുടെ ഈ സട്ടിൽറ്റീനെ കുറിച്ച് പൊതുവെ വേറെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഭയങ്കര ബോറിംഗ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഇതിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത് ഇത്രയും മാസമായിട്ടുള്ള ഒരു പടത്തില് അത് ഇങ്ങനെ പോരാ, ആ ഒരു പെവർ അതിപ്പം പോരാ എന്നുള്ള രീതി. അത് കുറെ പേര് പറഞ്ഞു പുലിമുരുകന്റെ അത്ര ഇല്ല. മോഹൻലാൽ പോരാന്ന് പറഞ്ഞവരാണ്. മണിച്ചിത്രത്താഴ് കണ്ടിട്ട് മോഹൻലാൽ പോരാന്ന് പറഞ്ഞവരാണ്. അതെ അതെ അതെ, അതില് അക്ഷയ്ജിയുടെ ഓട്ടോറിക്ഷ സീനൊക്കെ ഉണ്ട്, ഓർമ്മിപ്പിക്കല്ലേ. അയ്യോ, അതെ, എനിക്ക് അക്ഷയ്ജിനെക്കാളും ഇഷ്ടം നമ്മുടെ എന്താണ് രജനിയാണ്, രജനികാന്ത്. നൈസായിരുന്നു. ചായയൊക്കെ തട്ടി മറിക്കാൻ പറന്ന് സൂപ്പർമാന്റെ വിട്ട് പോകുന്ന രജനികാന്തിനെ തലൈവറെ നീ കൊറേ നാളായി നീ തുടങ്ങിയിട്ട്. തലൈവറെ തൊട്ട് അണ്ണാവെ പറ്റി പറഞ്ഞാൽ ഓക്കെ. തലൈവർ എന്തുകൊണ്ട് ലൂസിഫർ ചെയ്തില്ല? തലൈവർ ലൂസിഫർ ചെയ്യുകയാണെങ്കിൽ തലൈവറിന് ലൂസിഫറിന്റെ ആവശ്യമില്ലല്ലോ, ഭാഷയുണ്ട്. തീർച്ചയായും അപ്പം അല്ല, ഈ തലൈവറിന്റെ കാര്യം പറഞ്ഞപ്പം ജയിലറിന്റെ ജയിലറിനെ പറ്റി നമ്മുടെ മമ്മൂട്ടി പറഞ്ഞതല്ലേ ജീവയോട്, ആക്ടർ ജീവയോട് പറഞ്ഞു, ഞാൻ ജയിലർ കണ്ടായിരുന്നു, സത്യം പറഞ്ഞ രജനീകാന്ത് ഇനി അങ്ങനത്തെ സിനിമ ചെയ്യുന്ന നല്ലത്, 10 പേരെ ഇടിക്കുന്നതിനേക്കാളും നല്ലത് ഹി മൂവ്സ് എ ഹാൻഡ് ആൻഡ് അതർ പീപ്പിൾ ഫൈറ്റ്സ് ഫോർ ഹിം എന്നുള്ളത്. ആൻഡ് ഇറ്റ് റിയലി വർക്ക്ഡ് ഇൻ ദ തിയേറ്റർ. സോ അത് ചെയ്യുന്നതാ നല്ലതെന്ന് മമ്മൂട്ടി പറഞ്ഞു. മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ആ പടം. സോ രജനീകാന്തിനൊക്കെ മാക്സിമം പറ്റുന്ന സട്ടിലിറ്റി അതാ. ദാറ്റ് ഇസ് ദ സട്ടിലിറ്റി ദറ്റ് ഹി കൻ ഡു. കാരണം പുള്ളിയുടെ അടുത്ത് നിന്ന് ഒരു എക്സ്ട്രാ ഒരു സാധനം പ്രതീക്ഷിക്കും. പക്ഷെ മോഹൻലാലിന്റെ അടുത്ത് നിന്ന് നമ്മുടെ ഓഡിയൻസ് ആ ഒരു എക്സ്ട്രാ സാധനം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു വ്യത്യാസമുണ്ട്. ആ ഒരു ലാർജർ ദൻ ലൈഫ് ആയിട്ട് ചെയ്തില്ലെങ്കിലും പീപ്പിൾ ആർ ഓക്കെ. ഇപ്പം ഭീഷ്മയ്ക്കകത്ത് എന്തോ ലാർജർ ദൻ ലൈഫ് ആയിട്ട് ഒന്നും ഇല്ലല്ലോ. കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു. പക്ഷെ അത് ആ മാസ് തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യത്തില്ല. ഭീഷ്മ കണ്ടിട്ട് കുറെ പേര് പറഞ്ഞത് സാധാരണ എന്തോ ഒരു പടം കുഴപ്പമില്ല എന്നുള്ള രീതിയിലാ പറഞ്ഞത്. ലൂസിഫർ തമിഴ്നാട്ടിലെ ഹിറ്റ് ആയിരുന്നോ? അല്ല, ആക്ച്വലി കുറെ പേര് നല്ല അഭിപ്രായം പറഞ്ഞു. ചിലർ പറഞ്ഞു പുലിമുരുകന്റെ അത്രയും ഒന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഹിറ്റ് ആയിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹിറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ അത്യാവശ്യം നല്ല ഇതുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ എമ്പുരാന്റെ ട്രെയിലറിന്റെ ഇതൊക്കെ ഇതിൽ ഒരുപാട് പേര് ഇതിന് വെയിറ്റ് ചെയ്യുന്നവര് അവിടെ ഉണ്ട്. ലൂസിഫർ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഡയലോഗ് കിടില്ല, മറ്റേ ഉണ്ട് ചുവരില്ല എന്നൊക്കെ പറയത്തില്ല പുള്ളി. ഏത് അതിന് തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുമല്ലോ പീതാംബരൻ. PS ഉണ്ട് ചുവരില്ല എന്നൊക്കെ പറയും. ബോബിയുടെ മാസ് ഡയലോഗ് തൊടും എന്നൊക്കെ പറയുമല്ലോ പുള്ളി. മറ്റേ നെറ്റ്ഫ്ലിക്സിന്റെ സാധനമൊക്കെ ആൾക്കാർ മാറ്റി. പക്ഷെ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യത്തില്ലല്ലോ when he says something. അത് പുള്ളിക്കാരിയുടെ മുഖത്തുള്ള എക്സ്പ്രഷനും കൂടെ ആകുമ്പം അടിപൊളിയായിരുന്നു. കാരണം സംഭവം എന്താണെന്നറിയോ, പുള്ളിയെ ആ ഒരു പീഡോഫീലിയ ആയിട്ട് കാണിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ പുള്ളിയെ എല്ലാവരും ഹീറോ ആയിട്ട് കണ്ടേനെ.
അപ്പൊ ആ പീഡിയോഫീലിയ വന്നോണ്ടാ ഹീറോ പുള്ളി. അല്ല എന്ന് പറഞ്ഞൊരു ആന്റി ഹീറോയോടുള്ള ഒരു സ്നേഹം തോന്നുന്നു. പക്ഷെ ആ പീഡോഫീലിയ വന്നപ്പോഴത്തേക്കാണ് പുള്ളി പ്രശ്നമായത്. യു ഷുഡ് വാച്ച് യുവർ ഡയറ്റ്, ലവ് ഹാൻഡിൽസ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഓ മൈ ഗാഡ്, ക്രീപ്പി. വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ് ബ്രോ എന്നൊക്കെ പറഞ്ഞ രീതിയിലായിരുന്നു. പിന്നെ പുള്ളിക്കാരിക്ക് ഈ പടത്തില് എമ്പുരാനിൽ കുറച്ചുകൂടെ റോള് ഉണ്ടെന്നുള്ള രീതി, വ്ളോഗറായിട്ടൊക്കെ മാറിയോ എന്നുള്ളൊരു സംശയമുണ്ട്. ജാൻവിയുടെ ജാൻവി അല്ലേ ജാൻവിയുടെ ക്യാരക്ടർ. എനിക്ക് ഒരു കാര്യം വർക്കാവാത്ത എന്താ പറയുക, ഈ ജതിൻ രാംദാസ് US നിന്ന് റിട്ടേൺ ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ ഇംഗ്ലീഷ് ഒന്നും അത്ര മറ്റേ US നിന്ന് വരുന്നവരൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാനും പപ്പായും ഗ്യാസ് സ്റ്റേഷനിൽ പോയിരിക്കായിരുന്നു എന്നൊക്കെ പറയുന്നത്. പെട്ടെന്ന് അമേരിക്കയിൽ പോയിട്ട് വരുമല്ലോ ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്ക്. ആ ഒരു വൈബ് ഒന്നും ഫീൽ ചെയ്തില്ല എനിക്ക് അല്ല, ജതിൻ പക്ഷെ രാംദാസ്. അതുണ്ടല്ലോ, ഇന്നത്തെ കാലത്ത് നമുക്കത് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ നമ്മൾ ഒത്തിരി മലയാളികൾ പോകുന്നുണ്ടല്ലോ, നമ്മുടെ ആക്സന്റ് പെട്ടെന്ന് അങ്ങനെ ചേഞ്ച് ആവത്തില്ലല്ലോ. നമുക്കൊരു ചൊട്ടയിലെ ശീലം അവസ്ഥയുണ്ടല്ലോ, പക്ഷെ പുള്ളി അതൊക്കെ അങ്ങ് എനിക്ക് ചൊട്ടയിലാണല്ലോ പോകുന്നത്. അതാണ് അങ്ങനെ ഒരു എനിക്കൊരു കാര്യമുണ്ട്. കൺവിൻസ് ചെയ്യാത്ത ഒരു സാധനം. വേണമെങ്കിൽ ആ ക്യാരക്ടർ ആണെങ്കിൽ വിനീത് സ്റ്റീഫനും ചെയ്യായിരുന്നില്ലേ. വിനീതിന് അങ്ങനത്തെ ഒരു മലയാളം. ഓൾഡ് ആയി പോകത്തില്ലേ. അതാ സ്- ജതിൻ രാംദാസ്. സ്റ്റീഫനും ബോബിന്ന് ജതിൻ രാംദാസും ഒരേപോലെ കുറെ നാൾ ഇവിടെ നിന്ന് മിസ്സിങ് ആയവരാണ്. അവരുടെ അതുകൊണ്ട് അവിടത്തെ കണക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിലും പരിപാടികൾ എന്താണ് എന്നുള്ളതുകൊണ്ട് മേ ബി ജതിനെ പണ്ട് ഹോട്ടലിൽ നിന്നൊക്കെ പൊക്കിയ സമയത്ത് സ്റ്റീഫൻ ആയിരിക്കും ഇടപെട്ടത്, നമുക്കറിയാം. നാറ്റിക്കരുത് ഒരബദ്ധം. ഈ ജതിനെ ആദ്യം കൊണ്ടുവരുമ്പോഴേ പുള്ളി ഒരു നെഗറ്റീവ് ഇതിലാണ് വരുന്നത്, പക്ഷെ പിന്നെ പുള്ളി പോസിറ്റീവായി. അപ്പം ഇനി ഇതിന്റെ അകത്ത് ഇപ്പൊ ഓൾറെഡി പോസിറ്റീവ് ആയ ആളെ നെഗറ്റീവ് ആക്കി ഒരു ബ്രില്യൻസ് കാഴ്ചവെക്കുമോ എന്നുള്ളത്. ആക്ച്വലി അത് നെഗറ്റീവ് ക്യാരക്ടറാണ്. ഹി വർക്ക്സ് ഫോർ ദ ഫോളൻ ഏഞ്ചൽ. പുള്ളി വരുന്നത് അത് ഇത് ടേക്ക് ഓവർ ചെയ്യാനാ. അത് എന്റെ ചേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ വരുന്നത്. അതാ എനിക്ക് കുറെ കാര്യം കൺഫ്യൂസിങ് എന്താന്ന് പറഞ്ഞ, എന്റെ ചേട്ടൻ സ്റ്റീഫന്റെ അച്ഛൻ ആരാന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, പക്ഷെ ഞാൻ സ്റ്റീഫന്റെ അനിയനാന്ന് പറയുന്നുണ്ട്. ഐ എം ലൈക്ക് ബ്രോ, അപ്പൊ ബ്ലഡിന്റെ ഇതല്ല, ഒരു ബ്രദർഹുഡ് ബോണ്ട് ഉണ്ടെന്നുള്ള ബ്രദർഹുഡ്. ബിട്രയല് ആദ്യത്തെ പടത്തിന്റെ അകത്തുണ്ട്. ആ ബിട്രയൽ ആരിൽ നിന്നാണ് എന്നുള്ളതാണ് ഇനിയുള്ള വിഷയം. ജതിൻ രാംദാസിന്റെ നിന്നാണോ അതോ മേ ബി ഒരനിയൻ ചതിക്കുമ്പോൾ ഒരനിയൻ കൂടെ നിൽക്കുന്ന പരിപാടിയാണ് മസൂദ് ഇപ്പോൾ ആയിരിക്കും ഉള്ളത്, കൂടെ നിൽക്കുന്നത്. ഇനി മസൂദ് ചതിക്കുകയാണെങ്കിൽ മികച്ച ഒരു അനുഭവമായിരിക്കും. മസൂദ് ചതിക്കാൻ ചാൻസ് കുറവാണ്. കാരണം മസൂദിന് കുറച്ചുകൂടെയും ഡീപ്പർ കണക്ഷൻ ഖുറേഷിയായിട്ടുണ്ട്, ലൈക് സ്റ്റീഫനുമായിട്ടുണ്ട്. കാരണം സ്റ്റീഫനെ സോറി എനിക്കൊന്ന് മസൂദിനെ റെസ്ക്യൂ ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കും സ്റ്റീഫൻ്റെത്. സ്റ്റീഫൻ ഖുറേഷി എന്ന് പേരിട്ടത് മസൂദിന്റെ കുടുംബമാണ്. അതായിരിക്കും. അത് മറ്റേ ഇനി മുതൽ നീ പരമശിവാന്ന് പറയത്തില്ലേ, ഉണ്ണി പരമശിവ. ഇനി മുതൽ നീ രാജമാണിക്യം. അത് മറ്റേ ഒരു ട്രോള് വന്നില്ലായിരുന്നു, മറ്റേ പാളയംപട്ടി നടന്നു വരും. ഇനി മുതൽ നീ വെറും പാളയംപട്ടിയല്ലേ, രാജപാളയംപട്ടി. രായമണിക്യം അതുപോലെ ഇട്ടതാണെങ്കിലും. മണപ്പാട്ടിൽ ചാണ്ടിയെ കാണിക്കും ഈ പ്രാവശ്യം. What do you think, guys? മണപ്പാട്ടിൽ ചാണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ. സുനിൽ സുധരല്ലേ? ചെറിയൊരു ഗ്ലിംസ് കാണിച്ചു. പക്ഷെ 45 crores ട്രാൻസ്ഫർ ചെയ്യുന്ന മാസൊക്കെ നമുക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതൊന്നും വേറെ ട്രാൻസ്ഫർ ചെയ്യുന്നത് സ്വിസ് ബാങ്കിൽ നിന്ന്. ഏത് ബ്ലാക്ക് മണി മോഡ്. പുള്ളിയുടെ വർക്ക് അങ്ങനെയുള്ള സ്ഥലത്തെ റിസോഴ്സസ് ഒക്കെ അതിന്റെ പേരില് അടിച്ചു മാറ്റുന്ന ഒരു പരിപാടി അമേരിക്കയൊക്കെ ചെയ്ത പോലെ. എടാ ഞാൻ പറയട്ടെ, നമ്മുടെ തിരുവല്ലയിൽ ഒരു പുള്ളി പോസ്റ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ആക്ച്വലി മറ്റേ ഇഫ് ഐ എം നോട്ട്, ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല, അത് അവർക്ക് ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ. പക്ഷെ വാട്ട് ഐ ഹേർഡ്, പുള്ളിക്ക് ഞാനൊരു ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സംഭവം, കുവൈറ്റില് കുറച്ചാളും തന്നെ കുറച്ച് ഫ്ലാറ്റിന് തീ പിടിച്ച ആൾക്കാർ മരിച്ചു പോയായിരുന്നു. അത് ദാറ്റ് ബിലോങ്സ് ടു മലയാളി. ഓക്കെ. അപ്പം പുള്ളി ഈ പണ്ട് ഈ പറയുന്ന ഇറാഖ് പോലെ അവിടെ ഏതാണ്ട് ഒരു സ്ഥലത്ത് പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. അതെനിക്ക് തോന്നുന്നൊരു കോൺട്രാക്ട്, ദേ ഗിവ് ഇറ്റ് ടു
പീപ്പിൾ ടു ഇപ്പം നമ്മുടെ യുക്രൈനിൽ നടക്കുന്ന ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞ കമ്പനി അവിടുത്തെ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. സോ ഐ തിങ്ക് ദേ മേക്ക് എ ലോട്ട് ഓഫ് മണി ഔട്ട് ഓഫ് ഇറ്റ്. ഈ പറയുന്ന പോലെ റിസോഴ്സസ് എടുക്കാൻ പറ്റും. ഇത് മേ ബി സ്റ്റീഫൻ ബിക്കെയിം ബിഗ് ബിക്കോസ് ഓഫ് ദാറ്റ് മറ്റേ ഗോൾഡ് സ്മഗ്ലിംഗ് ആൻഡ് റീകൺസ്ട്രക്ഷൻ. അതും ഇത് ടീസറിന്റെ അകത്ത് കാണിക്കുന്നുണ്ടല്ലോ, മറ്റേ ക്വാർക്കോഷ് എന്ന് പറഞ്ഞ് ഈ ഇറാഖിലോ ഇറാനിലോ എവിടെയോ മറ്റേ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് വേറെ എക്സ്ട്രീമിസ്റ്റുകൾ വന്ന് തകർത്ത് ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നത്. അതാണ് ആ പള്ളിയുടെ ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ കാണിക്കുന്നത്. പഴയ സിനിമയിലാണെങ്കിൽ മറ്റേ പണി തീരാത്ത ഫ്ലാറ്റിന്റെ മുകളിലാണ് യൂഷ്വലി ഡീലുകളെല്ലാം നടക്കുന്നത്. അപ്പൊ ഇതിന്റെ പടങ്ങളില് ബിന്നിമില്ല് പോലെ നമ്മുടെ ബിന്നിമില്ല് എത്ര സിനിമയിലുണ്ട് എന്റെ ദൈവമേ, എല്ലാ പടത്തിലും ബിന്നിമില്ലുണ്ട്. പിന്നെ ഈ സ്റ്റീഫൻ എന്നുള്ള പേര് അതിന്റെ അർത്ഥം ക്രൗൺ എന്നാണെന്ന് കണ്ടായിരുന്നു. അല്ലെ, വേറൊരു സംഭവം മറ്റേ എനിക്ക് മനസ്സിലാകാത്തത്, എനിക്കിപ്പോഴും ഞാൻ ആൾക്കാരോട് ചോദിക്കുന്നത്, മറ്റേ പാട്ടിന്റെ അകത്ത് ലാലേട്ടൻ ഒരു സൂമോയിൽ വന്ന് ഇറങ്ങി, അപ്പൊ സായിദ് മസൂദ് അടിച്ച് ഒരുത്തനെ താഴെ ആ സൂമോടെ പുള്ളി എങ്ങനെ തിരിച്ചു പോയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴും ആരും ആൻസർ. വേറെ വണ്ടിയിൽ പോയി എനിക്കൊന്ന് എല്ലാരും കൂടെ ഒരു ഊബർ പൂൾ ഇട്ട് പോയി കാണും. അല്ല, സ്റ്റീഫന് വണ്ടിയൊക്കെ വെറും ചീള് കേസുകള്. അല്ല ശരിക്കും അത് തല്ലിപ്പൊളിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത്. എനിക്ക് ഈ കാര്യത്തിൽ നെൽസണിനെ ഇഷ്ടം. നെൽസൺ ആയിരുന്നെങ്കിലേ എല്ലാരും കൂടെ ഒരു വണ്ടിക്കകത്ത് ഇടിച്ചു കയറിയൊക്കെ പോകും. ഇന്നൊരുത്തൻ മടിയിൽ ഉക്കാന്ത് പറ അപ്പതാ പുരിയെന്ന് പറയുന്നുണ്ട്. അത് എനിക്കതാ ഈ പറയുന്ന ഫാൻ ബോയ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഓരോരുത്തരും തമ്മിലുള്ള വ്യത്യാസം. നെൽസൺ ആണെങ്കില് ഒന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല സിനിമയ്ക്കകത്ത്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ആൾക്കാര്, ഈ രജനീകാന്തിന്റെ കൂടെ വരുന്ന ആൾക്കാര് ഹൽക്കോഗനെ പോലെ വരുന്നു, നൈറ്റ് ഇട്ടുകൊണ്ട് വരുന്നു, ഇടയ്ക്ക് വുൾവറിനെ പോലെ വരുന്നു. ഇവരെല്ലാരും ഒരു സൈലോ ടാക്സിക്കാ പോകുന്നത്, ഫ്ലൈറ്റ് എടുത്ത് പോകുന്നില്ല. അങ്ങനത്തെ ഒരു സാധനവും ഇല്ല, ലക്ഷറികളൊന്നുമില്ല. ഇവര് ഏതോ ഒരു സ്ഥലത്ത് വാടകയ്ക്ക് വീടെടുത്തിട്ടാണ് മറ്റേ കാമിനെ പറ്റി റിസർച്ച് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് കോക്കി സാധനങ്ങളുണ്ട്. സോ ഐ വാസ് തിങ്കിങ് ഈ ആൾക്കാർ കൊമേഴ്ഷ്യൽ പടങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതിന്റെ ഒരു വ്യത്യാസം. പൃഥ്വിരാജ് ശരിക്കും ഹി യൂസ്ഡ് ഈ പറയുന്ന പോലെ ജോഷിയുടെ, ഷാജി കൈലാസിന്റെ ഒക്കെ ഒരു സ്റ്റൈല് പുള്ളിയുടെ രീതിയിൽ നിന്ന് മാറ്റിയെടുത്തു. പിന്നെ ഐ പേഴ്സണലി ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഹിസ് ഫസ്റ്റ് ഫിലിം ദാറ്റ് ഹി ഡയറക്റ്റഡ്. എനിക്ക് അതിൻ്റെ അകത്ത് ഭയങ്കര ഡൗട്ടുണ്ട്. പുള്ളി പഴയ കുറെ പടങ്ങൾ ഗ്ലോസ് ഡയറക്ട് ചെയ്തിട്ട്. റൂമർ പ്രകാരം മറ്റേ എന്നും നിന്റെ മൊയ്തീനൊക്കെ പുള്ളിയാണ്. സെവൻത് ഡേ കാരണം സെവൻത് ഡേയുടെ ഡയറക്ടർ രണ്ടാമത്തെ പടം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ സ്റ്റാറാന്ന് പറഞ്ഞ സിനിമയാണ്. അതിങ്ങനെ നല്ലൊരു സെവൻത് ഡേയുടെ ക്വാളിറ്റിയും പുള്ളിക്കാരൻ കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി കൺട്രിയല്ലേ, സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനെ അടിച്ചു കയറി വരട്ടെ. നമ്മുടെ ലാലേട്ടനും ചെയ്തിട്ടുണ്ട്. വരവേൽപ്പിന്റെ രാവണപ്രഭുവിന്റെ അകത്ത് മറ്റേ ബൈക്കുകാരെ പ്രഭുവിലെ സിദ്ദിഖുമായിട്ടുള്ള അടി, മറ്റേ ഹോർലിക്സ് കുപ്പിയിലെ പല്ലിന്റെ അതിനകത്ത് നോ ബൈക്കേഴ്സ് വർ ഡാമേജ്ഡ്. വെറുതെ പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവര് മറ്റേ എന്തെങ്കിലും സ്റ്റീഫന്റെ അച്ഛൻ ആരാന്ന് കാണിക്കുമ്പോ ഈ കാച്ചിയെ വല്ല ആക്കണമെന്നുള്ള ഫ്ലാഷ് ബാക്കിൽ. അതെങ്ങനെയുണ്ട് ആ മൂഡ്? ഈസ്റ്റർ എഗ് മൂഡാവുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് പണ്ടത്തെ ഒരു രീതി വെച്ചാണെങ്കിൽ ദേവ്ജി ആയിരുന്നു. അതാ പ്രശ്നം. ക്യൂട്ട് സോങ് ഒക്കെ വെച്ച് പഴയ പിൻഗാമിക്കകത്ത് ദേവ്ജി ഇല്ലായിരുന്നു. ഓൾറെഡി മമ്മൂക്ക ലാലേട്ടന്റെ അച്ഛനായിട്ടുണ്ട്. നമ്മൾ ആ അച്ഛന്റെ കഥ പറഞ്ഞിട്ടുണ്ട്, പടയോട്ടം. അടിപൊളിയായിരുന്നു. ഈ PKRനെ ഞാൻ ലാസ്റ്റ് കണ്ടത് കാപ്പാനല്ല മാട്രാന്റെ അകത്തായിരുന്നു. ഗേസ് മാട്രാൻ 10 PKR എനിക്കെപ്പോഴും മൊബൈലിലെ വെറുവും
ടെറർ. പുള്ളി 13B നല്ല കാസ്റ്റിംഗ് അല്ലേ ആക്ച്വലി. ഈ പടത്തിലെല്ലാം ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നല്ലോ. പക്ഷെ നമ്മുടെ സിദ്ദിഖിക്ക് എവിടെ? എവിടെ ലാൽ എവിടെ? ഇവരൊക്കെ എവിടെ? സിഡി ഇല്ല, ഇവരൊക്കെ ലാൽ വേണ്ടേ? ലാൽ ഇല്ല, 2 ലാലും ഇല്ല. ലാലു ഇല്ല, ലാലും ഇല്ല. പിന്നെ ലാലു ലക്സ് കഷ്ടമായി. ഇല്ലല്ലേ. മറ്റേ എനിക്ക് ഇതിന്റെ അകത്ത് ഷമ്മി തിലകനൊന്നും ഇല്ല. ഷമി തിലകനില്ല. അതാ പറഞ്ഞ പഴയ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഫോർമാറ്റിലുള്ള ആരും തന്നെ ഇല്ല, ഫോർമുലയിൽ വരുന്ന ആൾക്കാരൊന്നും. നന്ദു പൊതുവാൾ ഇല്ലാത്ത ഒരു മലയാള സിനിമ അതായിരിക്കും കേട്ടോ മേബി, അല്ലേ? മറ്റേ തുടക്ക സീൻ്റെ അകത്താണല്ലോ പുള്ളി വന്നിട്ട് ഒരു തല കാണിച്ചിട്ടൊക്കെ പോവായിരുന്നു. പുള്ളി ഒരു ഭാഗ്യ നടനാന്നൊക്കെ പണ്ട് ആൾക്കാർ പറയായിരുന്നു. അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ലക്കി പക്ഷെ ആ ഭാഗ്യം എന്നിട്ട് ഇന്ത്യൻ 2 കിട്ടിയില്ലല്ലോ. നിർഭാഗ്യമായി പോയി. കാരണം നന്ദു പൊതുവാള് ജില്ലക്കകത്തൊക്കെ ഉണ്ടോ? ജില്ലക്കകത്ത് പുള്ളി ജില്ലക്കകത്തുണ്ട്. ജില്ലക്കകത്ത് ഒരു ക്വാറിയിൽ നടക്കുന്ന ഒരു സീനുണ്ട്. അവിടെ മോഹൻലാലിന്റെ ഇൻട്രോ വരുന്നത്, സെക്കൻഡ് ഇൻട്രോ. അപ്പൊ അവിടെ നന്ദു പൊതുവാളുണ്ട്. പുള്ളി ഇങ്ങനെയൊക്കെ വെച്ച് തമിഴൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ആക്ഷൻ അങ്ങനെ കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടില്ല. ചെറുവിരലിൽ കൊണ്ടുള്ള ആക്ഷൻ, ചെറുവിരൽ കൊണ്ടുള്ള. പിന്നെ ബൈജുവിന്റെ ഡയലോഗ് മാസായിരുന്നു കേട്ടോ, ഒരു മര്യാദ വേണ്ട എന്നുള്ളതൊക്കെ. അതെ അത് അങ്ങനെ ഒരു ഐക്കോണിക്. ഷാജോണിനെ ഇതിന്റെ അകത്ത് കാണിക്കുന്നുണ്ടല്ലോ ട്രെയിലറിന്റെ അകത്ത്. ഞാൻ നമ്മുടെ ഗുമസ്ത ആയിരിക്കും എന്ന് ഓർത്തു. ഷോട്ടായിരിക്കും. മണിക്കുട്ടൻ എന്തായിരിക്കും റോള്? മണിക്കുട്ടൻ എന്തോ ഹെലികോപ്റ്ററിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തോ വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല മണിക്കുട്ടൻ അതോ ഇനി ഇവര് ടെററിസ്റ്റ്? മണിക്കുട്ടൻ തന്നെയാ പുള്ളിയുടെ പേര് അതിന്റെ അകത്ത്. ക്യാരക്ടർ റിവീലിന്റെ അകത്ത് പറഞ്ഞു മണി. ചോക്ലേറ്റ് പോലെ ഫെയർ ആൻഡ് ലവ്ലി തേച്ച് ചോക്ലേറ്റ് പോലുള്ളതിന്റെ ഈ ശരീരം. ജഗ്ഗുബായ്. പക്ഷെ മണിക്കുട്ടൻ ചോട്ടാവുമ്പോഴേക്കകത്ത് അടിപൊളിയായിരുന്നു. അല്ല ഈ നല്ല ആക്ടറാണ്, ഗുഡ് ആക്ടർ. കാരണം പുള്ളിക്കൊരു നല്ല റോളുകളൊക്കെ കൊടുത്താൽ മതിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. പുള്ളി നല്ല ആളാണ്. പക്ഷെ പുള്ളിക്ക് ചെറിയങ്ങാടി വലിയങ്ങാടി പോലുള്ള ഇതിന്റെ അകത്തൊക്കെ നല്ലായിരുന്നല്ലോ. നമ്മുടെ തട്ടത്തിമറയത്തിന്റെ അകത്ത് നല്ലായിരുന്നു. ദഫ്മുട്ട് പഠിപ്പിക്കാൻ നജാസ്. നിങ്ങൾ ശരിക്കും എൻവിഷൻ ചെയ്തിരുന്ന എമ്പുരാനാണോ നിങ്ങൾ ട്രെയിലറിലും ടീസറിലും കണ്ടത്? ഞാൻ സത്യം പറഞ്ഞ ഒന്നും എൻവിഷൻ ചെയ്തില്ല. ഞാൻ ഒരു ക്ലീൻ സ്ലേറ്റ് വെച്ച് കാണണം എന്ന് എനിക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. കാരണം ഈ ഓവർ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞൊരു സാധനം കുറെ നാളായിട്ട് ലാലേട്ടൻ പടങ്ങളിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു സാധനമാണ്. എക്സ്പെഷ്യലി മലൈക്കോട്ടെ വാലിബൻ ആണെങ്കിലും, മലൈക്കോട്ടെ വാലിബൻ പക്ഷെ എന്റെ എക്സ്പെക്ടേഷൻ ഇത് വന്നായിരുന്നു. മറ്റേ അറബിക്കടലിന്റെ സിംഗം ആണെങ്കിലും അങ്ങനത്തെ കുറെ പടം, ഒടിയൻ എന്നൊക്കെയുള്ള നിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ലേ? ബ്രേവ് ഹാർട്ട് ഒക്കെ ഉണ്ടല്ലോ ക്ലൈമാക്സിൽ, പോലെ. ഞാൻ തമിഴിലാ കണ്ടത്, അതുകൊണ്ട് അതൊന്നും കേൾക്കണ്ട. Expectation ഇല്ലായിരുന്നെങ്കിൽ I would have liked Odiyan. Odiyan is not that bad a film. Odiyan is not bad. അപ്പം അത് എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നെങ്കിൽ I would have liked it. അത് ആ അവസ്ഥ തന്നെ ആകരുത് എനിക്ക് എമ്പുരാനെന്ന് എനിക്ക് അതാ ഒഡിയൻ മിത്തോസിലുള്ള എക്സ്പെക്ടേഷൻസ് ആയിരുന്നു എനിക്ക്. അതിന്റെ കഥകളും കാര്യങ്ങളും ഒരു അനന്തഭദ്രം പോലെയൊക്കെ ഒരു ഡാർക്ക് ആയിരിക്കും, ഗ്രേ ഷെയ്ഡഡ് ആയിരിക്കും. ദിഗംബരൻ വൈബിലുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അതാണ് എല്ലാരും ഒരേപോലെ പറഞ്ഞത്. 2 സിനിമകള് സത്യം പറഞ്ഞ സന്തോഷ് ശിവൻ ഡയറക്ട് ചെയ്യേണ്ടത് രണ്ടും കയ്യിൽ പോയി. അതായത് മരക്കാറ്, സന്തോഷ് ശിവന്റെ മരക്കാറ് വുഡ് ഹാവ് ബീൻ സംതിങ്. ഐ മീൻ കീപ്പിംഗ് അസൈഡ് ദ അവസാനം ഇറങ്ങിയ സന്തോഷ് ശിവൻ ഫിലിം ജാക്ക് ആൻഡ് ജിൽ ഒഴിച്ചാല്, അല്ല അതൊഴിച്ചാല് ശരിക്കും സന്തോഷ് ശിവൻ നമുക്കെല്ലാവർക്കും അറിയാം ഉറുമി എന്ത് ലെവലായിരുന്നു എന്നുള്ളത്. ഇവന്തോ അത് ഈ ഏറമൊന്നും പോലെ അത്ര ഹിറ്റ് ആയില്ലേലും ആ സിനിമ എസ്തെറ്റിക്കലി ഇറ്റ് വാസ് നെക്സ്റ്റ് ലെവൽ. എനിക്ക് പേഴ്സണലി പഴശ്ശിരാജയേക്കാൾ ഇഷ്ടമുള്ള പടമാണ് ഉറുമി. ഉറുമിയല്ലേ? എനിക്ക് ഉറുമിയ ഇഷ്ടം. കാരണം പഴശ്ശിരാജ കൊള്ളാം, പക്ഷെ അത് ഒരു ഓൾഡർ ജനറേഷൻ എടുത്താന്നുള്ളത് ഇറ്റ്സ് വെരി എവിഡൻസ്. പിന്നെ ദേവ്ജിയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അത് വേറെ കാര്യം, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല.
പക്ഷെ എന്നാലും പിന്നെ റമ്മി നായകൻ ഉണ്ടായിരുന്നു. റമ്മി നായകന്റെ കുറെ മാസ് അദ്ദേഹം സീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ തിയേറ്ററിൽ എഴുന്നേറ്റ് പൊളിയായിരുന്നു. നിന്ന് കൈയടിച്ച സീനൊക്കെ ഉണ്ട്. അത് ബട്ട് ശരിക്കും അതാ ഈ ഒടിയനൊക്കെ ആയിരുന്നെങ്കിൽ അനന്തഭദ്രം ശരിക്കും അനന്തഭദ്ര യൂണിവേഴ്സ് ആക്കായിരുന്നല്ലേ ഒടിയനൊക്കെ. തീർച്ചയായും. ദിഗംബരൻ മീറ്റ്സ് മാണിക്യൻ എന്നുള്ളത് കൊണ്ടുവരുന്നു. പക്ഷേ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പോയ കഞ്ഞിക്കല്ല. പക്ഷെ പൃഥ്വിരാജ് എനിവേ കെയിം ടു അല്ല, അപ്പൊ സേവ്. അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്തിട്ട് നമുക്ക് അത്ര ഒരു ഡൗൺഫോൾ വരുന്നതിലും നല്ലത് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ വെറും ക്ലീൻ സ്ലേറ്റ് ആയിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇനി എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു തിയറിയും ഒരു എന്താ കണ്ടു വിട്ടു, ഇനിയിപ്പോ പോയി കാണുമ്പം എനിക്ക് എന്താണോ കിട്ടുന്നത് ഐ വുഡ് ബി ഹാപ്പി വിത്ത് ദാറ്റ്, ബിക്കോസ് എനിക്ക് എക്സ്പെക്ടേഷൻ അല്ല, ഇല്ല. എനിക്കൊരു അതുകൊണ്ട് പേടി ഉണ്ടായിരുന്ന എന്തോന്നറിയോ, ഈ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെ വായിച്ചിട്ട് ഐ എം ലൈക്ക് ഹൗ ദ ഹെൽ ആർ ദീസ് പീപ്പിൾ ഗോയിങ് ടു പുൾ ഓഫ് എ മൂവി ലൈക്ക് ദിസ് എന്നുള്ള. കാരണം അതിൻ്റെ അകത്ത് ന്യൂസ് പേപ്പർ കട്ടിങ്സിന്റെ അവസാനം നിങ്ങൾ കണ്ടല്ലേ, ആഫ്രോ ഏഷ്യൻ ഡ്രഗ് കാർട്ടൽസ് ആർ ജോയിനിങ് ദെയർ ഹാൻഡ്സ് അഗേൻസ്റ്റ് ദ ഫേസ്ലെസ് എംപയർ ഓഫ് KA എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഈ കബൂക ഗ്യാങ് ആയിരിക്കും. കബൂക ഗ്യാങ്ങും ഈ പറയുന്ന മറ്റേ പുറയില് മറ്റേ ഡ്രാഗൺ ഡ്രാഗൺ പൈലി യക്കൂസയുടെ അതായിരിക്കും. ഡ്രാഗൺ എന്ന് പറയുമ്പോഴത്തെ എനിക്ക് മറ്റേ ഇവരെയൊക്കെ ഓർമ്മ വരും, നമ്മുടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലെ ആ ടീമാണ്, മറ്റേ പല്ലിയും മറ്റേ ഡ്രാഗൺ പൈലി. ഈ ഞാൻ ഈ ഇതിന്റെ ട്രെയിലറിന്റെ അകത്ത് ഈ നാട്ടിലെ പോർഷൻസ് ഒക്കെ കാണിച്ചപ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓർത്ത് കൂടുതലും ഖുറേഷിയുടെ കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും കൂടുതലും പോവുക എന്നുള്ളത്. പക്ഷെ ഇവിടുത്തെ പൊളിറ്റിക്സിന്റെ ഇതിൽ ഇപ്പോഴും ഞാനത് അത്ര കാണുമെന്ന് വിചാരിച്ചില്ല. ആ ഒരു ഇത് ഇവിടെയും പിന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട്. പിന്നെ മറ്റേ വർഗീയതയുടെ കാട്ടുതീയുടെ ഡീറ്റെയിലിംഗ് ഇതിന്റെ അകത്ത് വന്നത് ആക്ച്വലി നൈസ് ആയിരുന്നു. അതും എനിക്ക് തോന്നുന്നത് മേ ബി ആ ഗുജറാത്ത് കലാപം പോലെ കാണിക്കുന്ന ആ സീനും ഇതും തമ്മിലൊരു ബന്ധം കാണും ഉറപ്പായിട്ടും. കാരണം ദാറ്റ് മൈ ബി ദ ട്രിഗറിംഗ് ഫാക്ട് ഫോർ സ്റ്റീഫൻ ടു സ്റ്റെപ്പ് ഇൻ ആൻഡ് സേവ് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള. ഈ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിലൊക്കെ ഇങ്ങനത്തെ പരിപാടികള് പണ്ടുതൊട്ടേ ഉള്ളത്. കമ്മാര സംഭവത്തിന്റെ കമ്മാര സംഭവത്തിന്റെ അകത്തെ ബയോപിക് ഉണ്ടാക്കുന്ന പരിപാടി നമ്മൾ ചില ഇലക്ഷന്റെ സമയത്തൊക്കെ കണ്ടിരുന്നു. അതെന്നെ പടമായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്കൊന്ന് മുരളി ഗോപി എഴുതിയ ഏറ്റവും കിടിലൻ വില്ലൻ കമ്മാരന്. അതെ, അയ്യോ കിടില. അത് ഭയങ്കര അണ്ടർ അപ്രിഷിയേറ്റഡ് ആയിപ്പോയി. പടം അങ്ങോട്ട് ഇതായില്ല. പിന്നെ ആൾക്കാര് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ഞാൻ കണ്ടപ്പോ ഐ വാസ് മൈൻഡ് ബ്ലോൺ. ലൈക്ക് വാട്ട്, ഇത് എന്ത് ദിലീപ് എന്തോ ചെയ്തു വെച്ചിരിക്കുക, ഭയങ്കര വിഷയം എനിക്ക് തോന്നിയത്. സിദ്ധാർത്ഥണ്ണനുണ്ട് അതിൻ്റെ അകത്ത്, ഇന്ത്യൻ ഫോറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഏക സിദ്ധാർത്ഥ്. അയ്യോ, ഞാൻ ദിൽരാജുവിനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ടെൻഷൻ അടിച്ചായിരുന്നു. പ്രൊമോഷന്റെ ഇടയ്ക്ക് ഡാൻസ് വേണ്ടുമ്പോ ഡാൻസ് ഇருக்கு. പുള്ളി അതിന്റെ ബഡ്ജറ്റ് 120 കോടിയാണെന്ന് പറഞ്ഞു. പക്ഷെ 90 കോടിയാണ് പറയപ്പെടുന്നത്. ഒരു മലയാള സിനിമയ്ക്ക് അങ്ങനെ ആണെങ്കിൽ അതൊരു മറ്റ് ഇതിപ്പോ ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റിയിലൊക്കെയാണ് വരുന്നത്. നല്ല പടമാണെങ്കിൽ മറ്റ് ഇൻഡസ്ട്രികൾക്കൊക്കെ ഒരു നല്ലൊരു ഉദാഹരണമായിട്ട് കാണിക്കാൻ പറ്റും. മലയാള കോടിയിൽ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പടം എടുത്തു എന്നുള്ള രീതിയിൽ. അതെ, അല്ല ഇതിപ്പോ ഇതിനകത്തൂടെ പ്രൂവ് ചെയ്യുന്ന എന്തോ പൃഥ്വിരാജ് പറഞ്ഞ ഒരു വലിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇത് മറ്റേ 100 crore റെമ്യൂണറേഷൻ സ്പെൻഡ് ചെയ്തിട്ട് 20 crore പടം എടുക്കുന്ന പരിപാടി അല്ലാന്ന് പറഞ്ഞത്. ഐ മീൻ ദാറ്റ് വാസ് എ ബ്ലോ. ലൈക്ക് അതൊരു നല്ലൊരു ബ്ലോ ആയിരുന്നു അവിടുത്തെ ആൾക്കാർക്ക് കൊടുത്തത്. അപ്പം അതൊക്കെ സത്യം പറഞ്ഞ അല്ല, ഈ ആക്ടേഴ്സ് ഒക്കെ കൂടുതലും ഇപ്പം എല്ലാവരും ഈ പ്രൈസിങ് അവരുടെ റെമ്യൂണറേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെ പറ്റി പരാതി പറയുമ്പോഴും അത് അവരുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് കൂട്ടാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. പക്ഷെ അവര് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ മേ ബി ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു കുറച്ച് എമൗണ്ട് വാങ്ങിച്ചിട്ട് ബാക്കി ആവുക, അതാണ് നല്ലത്. അപ്പം ഫിലിമിന്റെ ക്വാളിറ്റിയിലും കോംപ്രമൈസ് ചെയ്യേണ്ട വരില്ല. ഷാറുഖ് ഖാനും അമീർ ഖാനും വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ദേ ആർ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സോ അവൻ പൊട്ടിയാലും അവർക്ക് തന്നെയാണ് അതിന്റെ ഇത് വരുന്നത്. ഇപ്പം ദങ്കലിനകത്ത് അമീർ ഖാൻ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആയിരുന്നു. ജസ്റ്റ് ഇമാജിൻ ദ മണി ദാറ്റ് മൂവി മെയ്ഡ്. ചൈനയിൽ നിന്ന് മാത്രമാണ് അത്രയും. അതെനിക്ക് തോന്നുന്നു അത് 1000 crore എന്തോ കളക്ട് ചെയ്ത ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു ദങ്കൽ.
അതൊന്നും ആലോചിച്ചോണം. ഇറ്റ്സ് നോട്ട് എ കൊമേഴ്ഷ്യൽ സിനിമ, ഇറ്റ്സ് എ വെരി റൂട്ടഡ് ഫിലിം. ഈ റൂട്ടഡ് ഫിലിം ഇത്രയും പാൻ വേൾഡ് സക്സസ് ആയപ്പോഴത്തേക്ക് ആൾക്കാർ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഫോർമുല ഉണ്ടെന്ന് വിശ്വസിച്ച് ഇപ്പോഴും ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ദർ ഇസ് നോ പാൻ ഇന്ത്യ ഫോർമുല. അതാ വെട്രിമാരൻ പറഞ്ഞത്, ദ മോർ യു ഗോ റൂട്ടഡ് ദ മോർ പാൻ ഇന്ത്യ ഇറ്റ് ബിക്കംസ്. അതിന്റെ വലിയ എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ മറ്റേ കന്നഡ പടം ഉണ്ടായിരുന്നു കാന്താര. കാന്താര. യെസ്. കാന്താരയൊക്കെ ഒരു പാൻ ഇന്ത്യൻ പടം തന്നെ പറയാം. കാര്യം അത് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റു ഭാഷകളിലോട്ടൊക്കെ ഇതായി. അത് പാൻ ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കി പടച്ചു വിട്ട സാധനമല്ല. പക്ഷെ എന്നാലും അല്ല, ഈ പടം ഹിറ്റായാല് L3 കുറച്ചുകൂടെ ഒരു വലിയ ബഡ്ജറ്റ് കിട്ടും. അത് പൃഥ്വിരാജ് പറഞ്ഞു, അതൊരു കുറച്ച് വലിയ പടമാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഐ കാൺ ഇമാജിൻ ഹൗ ബിഗ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി. ഇത് തന്നെ ചെറിയ പടം എന്നാണ് പറയുന്നത്. വലിയ പടം എന്തായിരിക്കും എന്നുള്ളത് മമ്മൂട്ടി നൈസായിട്ടൊരു സാധനം അടിച്ചു. ഇത്രയും ചെറിയ പടമായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. പുള്ളി അടുത്തതില് വരണം. അതെ, എല്ലാരും കൂടെ വന്ന് കാച്ചി വന്നാലേ MMMന് ചിലപ്പോൾ എമ്പുരാന്റെ ഒരു ഹൈപ്പ് ഒക്കെ കിട്ടുമോ എന്നുള്ളത്. അത് ഓബ്വിയസ്ലി അത് പ്രൊമോട്ട് ചെയ്ത് തന്നെ വരും എന്തായാലും. കാരണം ലൈക് പീപ്പിൾ ലവ് ടു വാച്ച് മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ടുഗദർ നോ മാറ്റർ വാട്ട്. എത്ര ഫാൻ ഫൈറ്റ് അവരാണ് ഏറ്റവും കൂടുതൽ പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളവരും. അത് വേറെ ഇൻഡസ്ട്രിക്ക് പുൾ ഓഫ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. ഇപ്പോഴും ഒരു രജനീകാന്തിനെയും കമലിനെയും കൊണ്ടുവരാന്ന് പറയുന്നത് ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട്. അജിത് വിജയ് ഒക്കെ ഒരു ചാൻസും ഇല്ല വരെ. അതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ്. അതല്ലേ ജയിലറിന്റെ അകത്താണെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞ ബാലയ്യ രജനീകാന്ത് വന്നു കഴിയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം രജനീകാന്തിന്റെ തെലുങ്കിൽ ഓൾറെഡി മാർക്കറ്റ് ഉണ്ട്. ആൻഡ് പ്ലസ് യു ഹാവ് ബാലയ്യ സോർട്ടഡ്. എനിക്ക് ആ സീൻ എനിക്ക് ആലോചിക്കാൻ പോലും വേറെ ജയിലർ ടൂവിനകത്ത്. റൊമാൻസത്തിന്റെ കണ്ണൊക്കെ പുറകോട്ട് പോയ ആൾക്കാര് മരിച്ചു. അന്ന് മനസ്സിലാവും ബാലയ്യ വന്നാൽ തന്നെ താങ്ങാൻ പറ്റില്ല. അപ്പോഴാണ് തലൈവറും കൂടെ വന്നത്. അതെ, ആക്ച്വലി ജയിലർ 1ന്റെ അകത്ത് ബാലയ്ക്ക് വേണ്ടി ഒരു ക്യാരക്ടർ എഴുതിയതാ. പിന്നെ അതെന്തോ അത് കൊറേ കൺസ്ട്രെയിൻസ് ശിവരാജ് കുമാറിന് പോയത് അല്ലല്ല, ഇതൊരു പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടർ. ഓ ആണോ? ബാലയ്യ പോലീസ് ഓഫീസർ ആയിട്ട് എന്റെ മോനെ തീ കേസരിയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കറിയേണ്ട എന്താ പറയാ, ആ പുള്ളിക്ക് വേണ്ടി അനിരുദ്ധ് ചെയ്യാൻ പോകുന്ന മ്യൂസിക് എന്തായിരിക്കും എന്നുള്ള. അയ്യോ ബാൽജി മെയിൻ. ബാലയ്യയുടെ ഫാൻ ബോയ് തമന്നാണ്. തമൻ കൊടുക്കുന്ന മ്യൂസിക് വേറെ ലെവൽ. അഖണ്ഡയും ഡക്കു മഹാരാജും ഒക്കെ കണ്ടാൽ. അഖണ്ഡയുടെ ഞാൻ കേട്ടായിരുന്നു. അയ്യോ ഇച്ചിരി പ്രശ്ന ഹോമോ ഒക്കെ പോലത്തെ ഒരു വീരസിംഹ റെഡ്ഡി കാണണമെന്നുണ്ട്. അതാണ് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അഖണ്ഡ ഒരു പടി മുകളിൽ നിൽക്കും. പുള്ളിയും ഒരു ചവിട്ടി മാറ്റി പിടിച്ചല്ലേ ബലയും, റൂട്ട് മാറ്റി പിടിച്ചെന്ന് തോന്നുന്നു. ഫോർ കൊമേഴ്ഷ്യൽ സിനിമ ഐ തിങ്ക് പുള്ളി കുറച്ചുകൂടെ വേറെ പുതിയ ഡയറക്ടേഴ്സിനൊക്കെ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. പുള്ളിയുടെ പാറ്റേൺ ഒക്കെ കുറച്ച് നോട്ടിനെസ് ഒക്കെ കുറച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ആ ദവിഡി പാട്ടില്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു, പടം ഓടിയേനെ. പക്ഷെ അത് വേണമല്ലോ, എന്നാലല്ലേ ഒരു ബാലയ്ക്ക് ഫാൻസിനെ ഒരിക്കലും എല്ലായ്പ്പോഴും എന്താ പറയുന്നത്, പുള്ളി ഇത്തിരി മാറ്റി ചവിട്ടിയാലും അവരെ കോർ ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഇത്തരം ചില എലമെന്റ്സ് ഒക്കെ ആവശ്യമാണ് പുള്ളിക്ക്. ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ മോനെ പവർ. പുള്ളി മറ്റേ ഗ്ലൂക്കോസും പിടിച്ചോണ്ട് വരുന്ന സാധനമൊക്കെ കിണ്ണൻ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കോണ്ടസ് ആയിട്ട് കാട്ടി വരത്തില്ലേ, എന്നിട്ട് മരത്തിന്റെ മുകളിൽ കൂടെ വരുന്നു, കുതിരപ്പുറത്ത് കയറി പോകുന്നു. ഈ ആകെ ഭയങ്കര ആ മറ്റേ പൊടിക്കാറ്റിന്റെ ഇടയ്ക്ക് കൂടെ പുള്ളി മറ്റേ മാസ്ക് ഇട്ടോണ്ട് കുതിരയിൽ വരത്തില്ലേ. ഉയ്യോ വിഷയം. ഈ കാറ് കത്തിച്ച കാറും കൊണ്ട് വരുമ്പത്തേക്ക് എന്താ പറയുന്നുണ്ട്, പുറത്ത് ടെമ്പറേച്ചർ കൂടുതൽ, അപ്പൊ അകത്തെ ടെമ്പറേച്ചർ ഒന്ന് അതൊക്കെ മെയിനാണ്. പെപ്പർ സാധനം. പുള്ളിയുടെ ബോക്സ്, ടൂൾ ബോക്സ് തുറക്കുമ്പോ നടുക്കൊരു കുപ്പി, മാൻഷൻ ഹൗസിന്റെ ഒരു കുപ്പിയൊക്കെ ഇരിക്കുന്നു. ഓ വിഷയം.
പക്ഷെ ഇതിന്റെ അകത്ത് സ്റ്റീഫന്റെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. സ്റ്റീഫൻ മറ്റേ ഈ റോബിച്ചൻ രാഹേലമ്മ എന്ന് പറഞ്ഞ രണ്ട് പിള്ളേരോട് സംസാരിക്കുമ്പം ഹി ബിക്കംസ് വൺ ഓഫ് ദം. പുള്ളി കണ്ണൊക്കെ അടയ്ക്കും, കണ്ണ് ബ്ലിങ്ക് ചെയ്യും, പുള്ളി പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് പോകും. അപ്പം ആശ്രയത്തിലേക്ക് പൊക്കോ, കഥ പറയുന്ന ടൈം ആകുമ്പോ എസ്തച്ചൻ വരാന്ന് പറഞ്ഞിട്ട് പോകുമ്പം അവിടുന്ന് പുള്ളി എഴുന്നേക്കുമ്പോ പിന്നെ ഹി ഗോസ് ബാക്ക് ടു ദ ഇൻ ഡെപ്ത് ആ സ്റ്റീഫൻ മോഡിലേക്ക് പുള്ളി പോവുക. ആ ഫൈറ്റ് സീക്വൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമുള്ള ഒരു സാധനമാണ്. മറ്റേ ഫോറസ്റ്റിലെ ആ സംഭവം ജയിലിലെ ഇങ്ങനെ ഇഷ്ടമാണോ? ജയിലിലെ അടിപൊളിയാ. ആ അടിപൊളിയാണ്. ബാലേനെ എടുത്ത് പിന്നെ അടിപൊളി. അവസാനത്തെ ആ ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ എന്തോ വടക്കൻ കളരിയിലെ കളരിയിൽ എണ്ണം എണ്ണം പറഞ്ഞ പറഞ്ഞ പാരമ്പര്യം ഉണ്ടെന്നറിയാം, പക്ഷെ എന്റെ കളരിയിൽ വെട്ടിന്റെ എണ്ണമല്ല ആഴമാണ് കണക്ക് എന്ന് പറയാം. പുള്ളി യൂസ് ചെയ്യുന്ന ഫോണൊക്കെ ആരെയൊക്കെ കണ്ടിട്ടുണ്ടോ? മറ്റേ ബട്ടണുള്ള ഫോണൊക്കെ ഭയങ്കര സ്റ്റെൽത്താ പുള്ളി. അത് ഗോഡ് ഫാദറിലെ പുള്ളിയുടെ കയ്യിലേക്ക് വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്, വളരെ ആണോ? മികച്ച ഒരു ഒരു സാധനം. എനിക്കത് കാണാനുള്ള യോഗ ഉണ്ടായില്ല ഗൈസ്. ഗോഡ് ഫാദർ കാരണം കണ്ടിട്ടില്ലെങ്കിൽ കാണണം നീ. അത് കണ്ടവിടെ തീർച്ചയായും കാണും. നിങ്ങൾ കാരണം നിനക്ക് ലൂസിഫർ ഒന്നുകൂടെ ലൂസിഫറിനെ കൂടുതൽ പ്രോപ്പർലി അപ്രിഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ അപ്രിസിയേഷന്റെ ലെവൽ ഒരു 10 ഞാൻ മടങ്ങ് പടം ഏത് ശ്രമിച്ചായിരുന്നു, ലെവലിലാണെന്നുള്ളതൊക്കെ മനസ്സിലായി. ശ്രമിച്ചായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല. പക്ഷെ അതിനകത്ത് ബോബിയുടെ അതാണ്. ക്യാരക്ടർ ഏതാണ് ഭയങ്കര സട്ടിലായിരുന്നു. ബോബി അവൻ കൊള്ളായിരുന്നു, അവൻ മാത്രം അത് കാരണം ഉണ്ടായിരുന്നുള്ളൂ ഒരു നല്ല ബാക്കിയുള്ളവരെല്ലാരും നല്ല അടിപൊളി ആയതുകൊണ്ട് ബോബി നമുക്ക് നല്ലതായിട്ട് തോന്നും. ബ്രഹ്മ ഉള്ളത് കൊണ്ട്, ബ്രഹ്മ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട്. പുള്ളി ഫ്യൂണറലിന് വരുമ്പം കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എനിക്കത് ഈ കണ്ണിലെ സങ്കടം കാണാതിരിക്കാൻ കാണാതിരിക്കാന്. ഈ ഖുറേഷിക്കൊരു സങ്കടം വന്നില്ലല്ലോ അഭിനയിച്ചിട്ട്. ഖുറേഷിക്കൊരു സെറ്റ് ഓഫ് ബോഡി ഗാർഡ്സ് ഉള്ള പോലെ തന്നെ സ്റ്റീഫന്റെ നാട്ടില് പുള്ളിയുടെ തോട്ടത്തിലെ എസ്റ്റേറ്റില് നോക്കുന്ന പണിക്കാർ അവരാന്ന് തോന്നുന്നു. അവരാണല്ലോ മറ്റേ മയിൽവാഹനത്തിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതൊക്കെ കിടിലായിരുന്നു. കാരണം പുള്ളി ഇറങ്ങി അവിടെ അടിക്കാൻ പറ്റുന്ന സീനൊന്നും പുള്ളി അടിക്കുന്നൊന്നുമില്ല. പുള്ളി പിള്ളേരെയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ തീർക്കുക. ക്ലൈമാക്സിലാണെങ്കിൽ ആ ഫൈറ്റ് ഒന്നും വെക്കാൻ ഞാൻ നന്നായി. ബോബിയായിട്ട് ഫൈറ്റ് ഒക്കെ വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വധമായി പോയത്. അതിന് പകരം നൈസായിട്ട് സയ്യിദ് മസൂദ് ഫിയഡോറിനെയൊക്കെ സിമ്പിൾ ആയിട്ട് പുള്ളി കില്ല് ചെയ്ത് കളഞ്ഞു. ഫിയഡോറിനെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഇവൻ തീരാവുള്ളതല്ല. കാര്യം ഫിയഡോർ അവര് പറയുമ്പോ ഒരു പേവറൊക്കെ ഉണ്ടായാലും പുള്ളീനെ കണ്ടു കഴിഞ്ഞപ്പോഴേ മനസ്സിലായി തീർന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും വലിയ അങ്ങനെ ഒരു എന്താ പറയുന്നത്, കുറച്ച് പവറൊക്കെ ഉള്ള ഒരു ആളെ കണ്ടുപിടിക്കാതെ ചുമ്മാ ഒരു ജസ്റ്റ് ഒരാള് ഇങ്ങനെ ഒരു റെപ്രസെന്റേഷന് വേണ്ടി ഒരാളെ കൊണ്ട് നിർത്തിയത് കൊണ്ടാണ് എനിക്ക് ഫിയഡോർ. ഈ കോളനിയുടെ കാര്യേ ഒരു ഡീപ്പ് ഈസ്റ്റർ എഗ് ആണോ എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. ഈ അന്ധേരി ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചതുപോലെ അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ആണല്ലോ ഇതും. സാറ്റലൈറ്റിന് പോലും എങ്ങനെ അങ്ങനെ ജോഗ്രഫി. അതാ പറയുന്ന പുള്ളിയുടെ റീച്ചും പുള്ളിയുടെ മറ്റേ ഇതിന്റെ അകത്ത് തന്നെ അറിയില്ല, ഹിസ് ഐസ് റീച്ചസ് എവ്രിവെയർ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതാണ് പുള്ളിയുടെ പുറകിൽ ഒരു ഔളുണ്ടെന്ന് പറയുന്നത്. ഓൾ സീയിങ് ഐ എന്നുള്ള ഒരു കാര്യമാണ്. ലൈക്ക് ഹി ക്യാൻ സീ എവറിത്തിങ്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു സീക്രട്ട് സൊസൈറ്റി പോലെ ഈ ഔളിന്റെ ഇത് വെച്ചിട്ടുള്ള. സിക്കാഡയല്ല, വേറൊരെണ്ണം ഇങ്ങനെ ബൊഹീമിയൻ ഗ്രോവ് ആണോ? അതന്നെ ബൊഹീമിയൻ ഗ്രോവ് ഇച്ചിരി ക്രീപ്പിയാ. സ്റ്റീഫൻ അങ്ങനെ ഒരാളായിരിക്കരുത് എന്നാണ് എന്റെ ആഗ്രഹം. കാരണം ബൊഹീമിയൻ ഗ്രൂവിന്റെ അവിടെയാണ് എല്ലാ ലോകത്തിലുള്ള ഏറ്റവും റിച്ചസ്റ്റും വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് അവിടെ മറ്റേ യാഗം കഴിക്കുന്ന പോലത്തെ ഭയങ്കര പരിപാടികളൊക്കെ ഉള്ള പരിപാടികളാണ്. അല്ല, ഇത് തിന്മയും തമ്മിലാണെന്ന് പറയുമ്പോൾ പുള്ളി തിന്മയാണല്ലോ. പക്ഷെ ഏത് ലെവൽ തിന്മയാണ്? ഒരുപാട് അങ്ങ് തിന്മയാക്കിയാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബൊഹീമിയൻ ഗ്രൂവിന്റെ അകത്ത് ഒരുപാട് മറ്റേ ഹ്യൂമൻ ട്രാഫിക്കിംഗ് റിലേറ്റഡ് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വി ഡോണ്ട് ടോക്ക് റിയലി ഡീപ്പ് ഇൻടു ദാറ്റ്. ഇറ്റ്സ് വെരി ഡാർക്ക്. പക്ഷെ അവര് വർഷിപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു ഔളിന്റെ അവരാണോ ഇനിയിപ്പോ മറ്റേ DC കോമിക്സിന്റെ അകത്ത് ഈ മറ്റേ ടാലൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ എന്റെ പേര് ഞാൻ ഷൈഹ്ളൂദിനെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ.
Shai Hulud. ഷൈഹ്ലൂദ്. Save your water. Don't waste your water. അപ്പം എനിവേ 27th ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ ഈ ടിക്കറ്റ് സെയിലും ഹൈപ്പോ ഒക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ചെറിയ ടെൻഷൻ ഇല്ലാണ്ടില്ല. ഈ ടിക്കറ്റ് സെയിലിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പം ചെറുതായിട്ട് എന്താ തെലുങ്ക് നാട്ടിൽ ഇച്ചിരി ഒരു കോൺട്രവേഴ്സി ഉണ്ടായല്ലോ. ടിക്കറ്റ് സെയിൽ ഇച്ചിരി മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ വിടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. എങ്ങനത്തെ മാനിപ്പുലേഷനാ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഒറിജിനലി ഉള്ള പ്രീ സെയിലിന്റെ ശരിക്കുള്ള കണക്കല്ല പുറത്തോട്ട് വിടുന്നത്. പൃഥ്വിരാജ് എന്താ അത് ഇച്ചിരി മാനിപ്പുലേറ്റ് ചെയ്ത് ഇരട്ടിയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ തെലുങ്ക് നാട്ടിലെ നിങ്ങളുടെ മലയാളം പടത്തിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ 1% പോലും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ ഈ പടത്തിന് ഇത്രയും സെയിൽ വരുന്നത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഓ പൃഥ്വിരാജിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പം ലാലേട്ടനും അതിനുള്ള ഉത്തരം പറഞ്ഞത് ഗ്ലോബൽ പടം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നേരത്തെ പടത്തിന് ഇത്രയും ഒരു മാർക്കറ്റ് ഉള്ളത് ഇത് സീക്വൽ കൊണ്ടാണെന്നുള്ളത് ആയതുകൂടെ കൊണ്ട് ഉള്ള ഒരു ഹൈപ്പും കൂടെ ഉണ്ട്. കാര്യം എങ്ങനെ സീക്വൽ പടങ്ങളാണെങ്കിലേ ഉള്ളൂ അത് കുറച്ചുകൂടെ ഹയർ നമ്പേഴ്സ് പുൾ ഓഫ് പക്ഷെ ചെയ്യാൻ അവര് പറ്റുള്ളൂ. പറയുന്നത് എന്താന്ന് വെച്ചാല് മലയാളം പടത്തിന് അവിടെ ഒരു മാർക്കറ്റേ ഇല്ല, പിന്നെന്തിനാ ഇപ്പം വന്നൊരു ഈ പടം എന്തുകൊണ്ട് കാണണം ഇപ്പം എന്നുള്ള വന്നൊരു ന്യൂസ് എന്താ പറയുക, ഇറ്റ്സ് ഷെയിംഫുൾ ദാറ്റ് മോഹൻലാൽ സർ ഇസ് ഡൂയിങ് ഓൾ ദിസ് മാനിപ്പുലേഷൻ. ഹീസ് കംപ്ലീറ്റ്ലി losing all the credibility of 40 years. L2 Emburan has no hype outside Kerala and the core Malayalam movie market. But even in these regions, number are hugely boosted by self-bookings. I didn't expect Prithvi and other producers to approve of such അത് ആരാ ഇത് disgraceful പറയുന്നത്? ഇത് എന്തോ practices. സോഴ്സ് ചെയ്യുന്ന ഇതാ ഇതിന്റെ ഇത് വരുന്നത്? അതാന്നറിയത്തില്ല, മറ്റേ ട്രസ്റ്റ് മീ ബ്രോ എന്ന് പറയുന്ന സോഴ്സ് ആയിരിക്കും. അറിയത്തില്ല. ആരൊക്കെയോ തെലുങ്ക് നാട്ടില് ഏതൊക്കെയോ ചാനലുകൾ ഈ പടത്തിന് പോകത്തില്ല, ഞങ്ങൾ ഇതിനെ ഫുള്ളായിട്ട് ബാൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്ത് കാര്യത്തിൽ? അവന്മാര് പോകത്തില്ല, അവന്മാരുടെ ഫാൻസും പോകത്തില്ലെന്നോ, എടാ ഫോളോവേഴ്സും ഇതെന്താന്നറിയോ, പോകത്തില്ലെന്നോ. ആക്കെ ഇത് വെറുതെ ചുമ്മാ ഒരു ഹെയ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, മലയാളം മൂവി ഇപ്പം ഭയങ്കര ഡോമിനേറ്റിംഗ് ഇൻ എ വേ, കോണ്ടന്റ് വൈസ്. ആൻഡ് വി മേക്ക് മണി ഔട്ട് ഓഫ് സ്മോൾ ബഡ്ജറ്റ് മൂവീസ്. അതായത് മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ ഒന്ന് നോക്കിയോ, അത് ഹിസ്റ്ററിക്കല. ഇന്ത്യയിൽ അത്രയും കുഞ്ഞു ബഡ്ജറ്റിൽ എടുത്ത പടത്തിന് ഇത്രയും വലിയ പൈസ കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. അതിന്റെ പേരിൽ ഒരു കോൺട്രവേഴ്സി വന്നല്ലോ. അതെ. മണി ഇഷ്യൂ, പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു കോൺട്രവേഴ്സിയും കൂടെ വന്നത് കൊണ്ടാണ് ഇപ്പൊ ഈ ആൾക്കാർക്ക് ഇത് പറയാൻ പറ്റുന്നത്. അതിപ്പോ ഈ റെഡിറ്റിന്റെ അകത്ത് ഇത് വായിച്ചപ്പോ അതിന്റെ അടിയിൽ ഒരാൾ എഴുതിയിരുന്നതാണ്, ദേ ആർ ടോക്കിംഗ് ആസ് ഇഫ് മലയാളീസ് ആർ ഗോയിങ് ടു എക്സ്റ്റിൻക്ട് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് എന്നുള്ള രീതിയിൽ. അത് കാരണം ഇത് ഇപ്പം മലയാളികള് എത്ര സ്ഥലത്തോട്ട് സ്പ്രെഡായി. UK-ലായി, ജർമ്മനിയിലായി, യൂറോപ്യൻ കൺട്രീസ് എല്ലായിടത്തും ഓൾമോസ്റ്റ് ഉണ്ട്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് US-ല്, കാനഡയില്. പിന്നെ പറയാതിരിക്കാൻ കാനഡയുടെ കാര്യം പിന്നെ പറയണ്ട. അയ്യോ UK അത് തന്നെ കേട്ടോ, കുറവൊന്നുമില്ല. അപ്പം വൈ അത് നോട്ട്? പറഞ്ഞപ്പോഴാണേ അല്ല, പൃഥ്വിരാജ് ഒരു അവര് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു ലൊക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഞെട്ടിയ ഒരു കാര്യമുണ്ട്. അതായത് പുള്ളി പറയുന്നുണ്ട്, ഇവര് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ട്യൂബിന്റെ, അതായത് ഇവിടുത്തെ ഒരു ട്യൂബ്, വാട്ടർലൂലെ ഒരു ട്യൂബ് അവര് ഫുള്ള് ഒരു 1 ഡേ അവര്. പക്ഷെ ഉണ്ടല്ലോ, അത് ഇവിടെ ഉള്ളവർക്ക് അതിന്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാകത്തുള്ളൂ. എന്തുകൊണ്ടാണ് അവരുടെ പ്രൊഡക്ഷൻ അവര് പറ്റത്തില്ലെന്ന് പറഞ്ഞതിന്റെ ആ ഒരു ഇത് മനസ്സിലാവണമെങ്കിൽ വാട്ടർലൂ സ്റ്റേഷനിൽ ഒന്ന് പോണം. അതൊരു ഹ്യൂജ് സാധനമാണ് വാട്ടർലൂ സ്റ്റേഷൻ. അത് ഭയങ്കര വലിയൊരു സ്റ്റേഷനാണ്. അതും ജനങ്ങളെ തട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ല അവിടെ. നമ്മൾ ഉരുണ്ട് വീഴും ആൾക്കാരുടെ മണ്ടയ്ക്കൂടെ തട്ടി, അത്രയും തിരക്കുള്ള ഒരു സ്റ്റേഷന്. അപ്പൊ അത് ഒരു ദിവസത്തേക്ക് അടയ്ക്കാന്ന് പറഞ്ഞ് ഞാനത് കേട്ടിട്ട് ഞാൻ ഞെട്ടിയായിരുന്നു സത്യം പറഞ്ഞ. ഐ ജസ്റ്റ് ഒരു വട്ടം ഞാൻ വാട്ടർലൂ വഴി പോയിട്ടുള്ളൂ. ആ ഒരു വട്ടത്തോടെ എനിക്ക് മതിയായി. കാരണം ഇറ്റ്സ് വെരി ക്രൗഡഡ്, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു കൺട്രോൾ ദാറ്റ് ക്രൗഡ്. പക്ഷെ ഇതൊന്നും റിലീസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഇവരെ ഇത് വിട്ട് ഷോ ഒന്നും കാണിച്ചില്ല. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. നേരെ മറിച്ച് ഇതിപ്പം വേറെ തമിഴിലെ തെലുങ്കിലെയൊക്കെ ഡയറക്ടേഴ്സ് ആയിരുന്ന അവർ പറഞ്ഞു, നാങ്ക ഇന്തമാതിരി അങ്ങനെ ചെയ്തു ഇങ്ങനെ ബ്ലോക്ക് ചെയ്തു, ഇത്ര പേര്. അതെ.
ഇറ്റ്സ് നോട്ട് എ ജോക്ക് ബ്രദർ, ഇറ്റ്സ് നോട്ട് എ ജോക്ക് ബ്രദർ എന്നൊക്കെ പറഞ്ഞ് മറ്റേ വംശി വംശി അണ്ണൻ പറയുന്ന പോലെയൊക്കെ അത് പറഞ്ഞ. പക്ഷെ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പക്ഷെ ഇറ്റ്സ് ലൈക്ക് ഏതോ yeah, അത് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം അത് ഫസ്റ്റ് ഹാൻഡ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വാട്ടർലൂവിലെ ആ ഒരു ട്യൂബ് അടയ്ക്കുക എന്ന് പറയുന്നത്, ഒരു ദിവസത്തേക്ക് അടയ്ക്കുക എന്ന് പറയുന്നത്, ഇറ്റ്സ് ലൈക്ക് ഒരു വലിയ അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സാധനം ഒരു ദിവസത്തേക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രാഫിക് തന്നെ ഭീകരമായിരിക്കും. എനിക്കറിയില്ല അവരത് എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന്. ഇറ്റ്സ് വെരി ഈ ബുക്കിങ്ങിൽ വന്ന ഷോക്കിംഗ് റെക്കോർഡിൽ പകുതി മുക്കാലും മലയാളികളാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതും. പക്ഷെ എന്നാലും ഇപ്പൊ ഉം. ലോകമെമ്പാടും പക്ഷെ ആയില്ലേ. എന്നാലും ഇതിന് പുറത്ത് ഒട്ടും ആൾക്കാരില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം OTT-യിലൂടെ ഒക്കെ ലൂസിഫർ കണ്ട ആൾക്കാർ കുറെ ഇപ്പൊ പേരുണ്ട്. നമ്മുടെ അപ്പൊ അവർക്കൊരു സരോജ് കുമാർ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. തമിഴ്നാട്ടിലാണുള്ളത്. ഇപ്പൊ സരോജ് കുമാർ പറയുന്നുണ്ടായിരുന്നു സ്കൂളിനൊക്കെ അവധി കൊടുത്തെന്ന്. അവരുടെ ഏതൊക്കെയോ സ്കൂളിന് ആഹാ. അവധി കൊടുത്തു പടത്തിന്റെ ഇതിന് ബുക്കിംഗ് ഒത്തിരി ബാംഗ്ലൂരിൽ ഇതായിരുന്നു. അവധി കൊടുത്തെന്ന് കേട്ടു അങ്ങനെ കേട്ടു ഞാൻ. ഏതോ ഒരു കമ്പനിക്ക്. അതിപ്പോ കബാലിക്കും ജയിലറിനും ഒക്കെ അവധി കെട്ടിയായിരുന്നല്ലോ. ജയിലറിന് എത്ര പേര് വന്നത്? മലേഷ്യയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു. അല്ല, കബാലിയൊക്കെ ഒരു ഇറങ്ങിയ സമയത്ത് നമ്മള് തമിഴ്നാടിന് തന്നെ ബാസ് ബങ്ക് നമുക്ക് തന്നെ അവധി കൊടുത്തിട്ടാണ് ഞങ്ങളൊക്കെ പോയത്. ഏത് ഞാൻ മോഡ്? ഓർക്കുന്നു കോളേജ് വളരെ. പകുതി മുക്കാലും 90% ആൾക്കാരും തിയേറ്ററിലായിരുന്നു. Yes. അതിന്റെ ഹൈപ്പ് അത്രയും ആ ഒരു ലെവലായിരുന്നു. ഇത് നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് എമ്പുരാന്റെ ഈ മറ്റേ ഇതിന്റെ ബുക്കിങ്ങിന്റെ ഇതും പിന്നെ തിയേറ്ററിലേക്ക് ആൾക്കാരൊക്കെ ഓടിക്കയറുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു സന്തോഷം തോന്നി. ഇനിയും പുലിമുരുകനൊക്കെ ടൈമിലെ പോലെ ഒരു നാട്ടിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഇങ്ങനെ ഒരു നാട്ടിലൊന്നും വേണ്ട, ഇവിടെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം അതുകൊണ്ട് പക്ഷെ എനിക്ക് എന്താ അറിയോ, വീണ്ടും ഒരു ലാലേട്ടൻ പടത്തിന് ലാലേട്ടൻ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി പുള്ളി അത് ഈ കൺസിസ്റ്റൻസി ബ്രേക്ക് ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ഇനിയിപ്പോ ഈ അനൂപ് മേനോന്റെ വളമൊക്കെ എന്തായിരിക്കും എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. മേജർ രവി പറയുന്നുണ്ട് ലാലേട്ടനോട് തീർച്ചയായിട്ടും ഒരു പടം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വൈ അത് വേണം. വൈടാ വൈ അത്രയ്ക്ക് വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോണോ? അതെ, ആ പടം ഇത് കൊള്ളായിരുന്നു. മറ്റേ കുരുക്ഷേത്ര അല്ല കീർത്തിചക്ര കീർത്തിചക്ര കൊള്ളായിരുന്നു. മാറ്റ് മേഡി ഇഷ്ടമല്ലടാ നിനക്ക്? മാഡ് മാഡി എനിക്ക് ഇഷ്ടമാണ്. ഒരു കർമ്മയോ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഒക്കെ കൈ കൊണ്ട് പൊടിച്ചിട്ട് വയലോട്ടൊക്കെ ഇടും. മാഡ് മാഡി മിഷൻ 90 ഡേയ്സ് കൊള്ളായിരുന്നു. നല്ലതായിരുന്നു. ടിക്കറ്റ് 43 ഇച്ചിരി ബ്രൂട്ടലായി പോയത് മറ്റേ ബിയോണ്ട് ബോർഡേഴ്സ് ഒക്കെ ആയിരുന്നു. ഓർക്കാൻ ആഗ്രഹിക്കാത്തില്ല. അതിന്റെ കുറച്ച് ബിഹൈൻഡ് ദ സീൻ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ എനിക്ക് നമുക്ക് പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. നീ സംസാരിക്കാന്ന് പറയുന്ന പല കാര്യങ്ങളും സംസാരിക്കാതെ ഇവർ ഓടിപ്പോകാറാണ് സുഹൃത്തുക്കളെ. അത് നിങ്ങളിപ്പോ ഒരു 3-4 എപ്പിസോഡുകളിലായിട്ട് ഇവർ ഈ ഡയലോഗ് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇവൻ മുങ്ങും. അതാണ് അതിന്റെ ഒരു സത്യം. നിങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്കും അറിയില്ല. നിങ്ങൾക്ക് അറിയാത്ത പോലെ ആ രഹസ്യങ്ങൾ ഞങ്ങൾക്കും അറിയില്ല. അല്ല, ആ രഹസ്യം എന്നോടൊപ്പം സിമ്പിളായിട്ട് പറയാം. ഞാൻ അയാട്ട പഠിക്കാൻ വേണ്ടി കൊച്ചി പോയ സമയത്ത് എനിക്കൊരു ക്ലാസ്മേറ്റിനെ അതായത് എന്റെ ക്ലാസ്മേറ്റ് ഒരാള്, ആ പുള്ളിയും നമ്മുടെ ഒരു ശങ്കർ രാമകൃഷ്ണൻ ഡയറക്ട് ചെയ്തൊരു പടം ഉണ്ടല്ലോ, എന്തായാലും 18-ാം പടി ഇല്ലേ, അതിന്റെ അകത്ത് ആ മെയിൻ ഒരുത്തനുണ്ടല്ലോ, ആര്യയുടെ ചെറുപ്പകാലം വഹിക്കുന്നത് അയ്യപ്പൻ. അയ്യപ്പന്റെ റോള് ചെയ്യുന്നത് എന്റെ ഈ ക്ലാസ്മേറ്റും ബിയോണ്ട് ബോർഡേഴ്സിന്റെ അകത്ത് അസിസ്റ്റൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഞാൻ വിചാരിച്ച അവൻ തള്ളിയാന്ന്. പക്ഷെ അവൻ സെറ്റിലുള്ള ഫോട്ടോ ഒക്കെ കാണിച്ചു, ഇവര് കറുത്ത് കരിവാളിച്ച് നിൽക്കുന്നതും പിന്നെ പുള്ളി പറഞ്ഞത് ഇവൻ ശങ്കറിന്റെ ഏതൊരു പടത്തിലും അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ എന്തോ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശങ്കറിനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവൻ പറഞ്ഞത്. അപ്പം ഇവൻ കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇത് കഴിയുമ്പോ എന്തായാലും പറയാം. അതിപ്പോ പോഡ്കാസ്റ്റ് പറയാൻ പറ്റത്തില്ല. അപ്പൊ സോ അതൊക്കെയാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ. അപ്പം ഈ പറയുന്ന പോലെ എനിക്ക് തുടരും എന്ന് പറഞ്ഞ സിനിമയും ആരോ പറഞ്ഞത് പത്തനംതിട്ടയിലെ ജോൺ വിക്ക് എന്നൊക്കെ പറഞ്ഞ് കാറ് കാണാതെ പോകുമ്പം
ഇച്ചിരി മനുഷ്യൻ വിഷയാന്നൊക്കെ പറയുന്നത്. ചുമ്മാ ഓരോന്ന് ആ പറയല്ലേ, ചുമ്മാ തിയേറ്ററിൽ പറ. ഇടിമുഴക്കം ഉണ്ടാവുന്നൊക്കെ ആ, പറഞ്ഞിട്ടാണ് പാവം ബാലിബൻ നല്ലൊരു കുലുങ്ങും പടമായിരുന്നു അതിനെ കുലുങ്ങും അങ്ങോട്ട്. തിയേറ്റർ ആ, കുലുങ്ങും. അത് പക്ഷെ ശരിയല്ലേ, തിയേറ്റർ കുലുക്കി ആ കാണുമല്ലോ അതെ അതിന്റെ അതെ അത്. അതെ അതെ ശരിയാണ്. പുള്ളി ചാടി വരുമ്പോ ഒരു വൈബ്രേഷൻ. ആ അപ്പം ടെക്നിക്കലി പുള്ളി പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. നമ്മള് പക്ഷെ ഇനിയുള്ള ലൈനപ്പ് ഒക്കെ അത്യാവശ്യം നല്ല പടങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തുടരും ഉണ്ട്, സത്യന്തിക്കാട് സിനിമ മറ്റേ വരുന്നുണ്ട്, തുടരും അതിന്റെ വരുന്നുണ്ട്, കാര്യത്തിൽ എനിക്ക് അറിയാൻ അത് പാടില്ല. സത്യനന്ദിക്കാട് ഹൃദയപൂർവ്വം. കുറച്ച് ഇൻകൺസിസ്റ്റന്റ് ആയതുകൊണ്ട് ആ, പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ആയിട്ട് മക്കളാ വർക്ക് ചെയ്തിരുന്നത്. രണ്ടുപേരും മോഡേൺ ഡയറക്ടേഴ്സ് ആണല്ലോ. ആണ്, പക്ഷെ ആ, ഫഹദിന്റെ മറ്റേ ആ പടം ഉണ്ടല്ലോ, അത് അത്ര അതെനിക്ക് വലിയൊരു വർക്കായില്ല. പക്ഷെ എനിക്ക് മറ്റേ പടങ്ങൾ നല്ല കുഴപ്പമില്ല. വർഷങ്ങൾക്ക് ശേഷം ഐ വാസ് ഓക്കെ വിത്ത്. അല്ല, വർഷങ്ങൾക്ക് ശേഷം അല്ല, അയ്യോ സോറി സോറി, വരണ ആവശ്യമുണ്ട്. ഓ മൈ വരനെ ഗോഡ്, ആവശ്യം. ആ വരണ വർഷങ്ങൾക്ക് ആവശ്യമുണ്ട് ശേഷം. ഡീസന്റ് ഫിലിം കേട്ടോ. അത് ഇറ്റ്സ് എ നൈസ് നല്ല മൂവി. നല്ല പടമായിരുന്നു. അല്ല, ഒരു ഇച്ചിരി കോക്കി ആയിരുന്നു, പക്ഷെ ഇറ്റ്സ് നൈസ്. പക്ഷെ എനിക്കറിയത്തില്ല, വിൽ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സത്യന്തിക്കാടിന്റെ അവിടെ പിന്നെ എക്സൈറ്റിംഗ് എനിക്ക് തോന്നുന്നു ആഫ്റ്റർ എമ്പുരാൻ ഇറ്റ് ഷുഡ് ബി ജിത്തു മാധവൻ. അത് ജിത്തു മാധവൻ പടമുണ്ട്, MMN ഉണ്ട്, വരാനുണ്ട്. പിന്നെ ആ, പിന്നെ അനൂപ് മേനോൻ പടമുണ്ട്, അതറിഞ്ഞൂടാ. പിന്നെ കമൽനീരത്തിന്റെ പടം കുറെ ഉണ്ടെന്ന് പടമുണ്ട്. കേട്ടു. നമ്മള് അനൗൺസ്മെന്റ് അൻവർ അമൽ റഷീദിന്റെ ഉണ്ടെന്ന് നീരദിന്റെ കേൾക്കുന്നു. പടമുണ്ട്. മറ്റേ പിന്നെ കൃഷാന്തിന്റെ കൂടെ ഒരു പടം, ആം, നമ്മുടെ പുരുഷപ്രേതത്തിന്റെ ഡയറക്ടറിന്റെ കൂടെ ഒരു പടം ഉണ്ടെന്ന്. പക്ഷെ അതൊക്കെ പുരുഷ പ്രേതത്തിന്റെ എന്തായിരിക്കും വരും. പിന്നെ ഒബ്വിയസ്ലി മഹേഷ് നാരായണന്റെ പടം. മഹേഷ് നാരായണന്റെ പടത്തിൽ പക്ഷെ അത് ഇക്കാച്ചി ആയിരിക്കും മെയിൻ അപ്പൊ നാം. അങ്ങനെ കുറച്ച് നല്ല SGയുടെ ആ, റോളാണ് ബേസിക്കലി പുള്ളി ചെയ്യുന്നതെന്നാണ് എന്റെ ഓർമ്മ. പുള്ളിയാണല്ലോ മെയിൻ. അല്ല, പക്ഷെ ഒരു അല്ലെന്ന് പറഞ്ഞു. വെറും ക്യാമിയോ മാത്രമല്ല, കുറച്ചുകൂടെ ഒരു എക്സ്റ്റെൻഡഡ് റോളാണ്. അപ്പം അതിനെ ഒന്നുമില്ല, കുറിച്ച് ഒന്നും അറിഞ്ഞൂടല്ലേ, ജോണർ എന്താ പോലും അതിന്റെ ഒരു അറിഞ്ഞൂടാ. പരിപാടി എന്നുള്ളത് പോലും അറിയില്ല. പക്ഷെ കാസ്റ്റ് അറിയാം, കാസ്റ്റൊക്കെ അതിന്റെ ഹെവി കാസ്റ്റ് ആണ്. ക്രൂ എന്താന്ന് ആർക്കും അറിയത്തില്ല. സുഷിൻ ശ്യാം ഉണ്ടോ, അല്ലെ മഹേഷ് നാരായണന്റെ പടത്തിൽ സുഷിൻ ശ്യാം സാറിന് ചെയ്യുന്നത്, അപ്പം അവരുണ്ടോ, ലൈക്ക് വി ഡോണ്ട് നോ എനിത്തിങ്. കാരണം എനിക്ക് മാലിക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അതുകൊണ്ട് മഹേഷ് നാരായണൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഉം, കാര്യം കാണും. നല്ല ഡെപ്ത് ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സും ഒക്കെ കാണും. മാസ് തീർച്ചയായും. കാണിക്കാതെ മാസമുള്ള സിനിമകളാണ് പുള്ളിയുടെ സിനിമ, സട്ടിൽ മാസുകളുള്ള സിനിമ. ആ, പക്ഷേ ഐ ഡോണ്ട് നോ, ലൈക്ക് ഐ തിങ്ക് ഇത് മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവാകട്ടെ. ഇതിന്റെ ഇടയ്ക്ക് പോയി ഇനി വേറെ ശ്രീകുമാർ മേനോന്റെയും പിന്നെ പടമൊന്നും ചെയ്യാതിരുന്നാൽ കൊള്ളാം. ഇതിന്റെ ഇടയില് പുള്ളിയുടെ ഒരു ഒരു അന്യഭാഷ കിണ്ണപ്പയാണോ കൊണ്ട് ഗൈസ്? വരുന്നുണ്ടെന്ന് ഞാൻ സസ്പെക്ട് കിണ്ണപ്പാണ്. ചെയ്യുന്നു. എന്താണ് അതിന്റെ ഓ പേര്? മൈ ആ ഗോഡ്, ആ അതെ അതെ യെസ്. അതെ, ഒരു കാര്യമില്ലാതെ ഒരു അത് ഗജരാജ ഗുണ്ടായി മാറാൻ ഒരു ആയിരുന്നു ചാൻസ് ഞാൻ അതിൽ കാണും. ചാൻസ്. അതിന്റെ ആ ഒരു ടീസറും അതെ, മറ്റേ സത്യം വിഷ്വൽസ് പറയാൻ ഒക്കെ ഞാൻ കണ്ടപ്പോൾ പ്രഭാസ് അല്ല അല്ലേ തമ്പുരാനെ നായകൻ ഇതും. അതിനകത്തില്ലേ? അല്ലേ? അതും അത് ലാലേട്ടൻ അതിന്റെ അകത്ത് പ്രഭാസ് അത് പ്രതിഫലം ഒന്നും വാങ്ങിയില്ലെന്നും കൂടെ പ്രഭാസ് പറയുകയും ചെയ്തു. കണ്ണപ്പയിലെ അതെങ്കിലും കാസ്റ്റില് പ്രഭാസ് ഉണ്ട്, കാണുന്നുണ്ടായിരുന്നു. വാങ്ങിക്കായിരുന്നു വിഷ്ണു ലാലേട്ടൻ. മഞ്ജു ആണ് അതിന്റെ അകത്ത് നായിക. ഓ നായകനോ? ഓക്കെ. പ്രഭാസ് ഉണ്ട്, അക്ഷയ് കുമാർ ഉണ്ട്, പിന്നെ ആ ആരൊക്കെയോ ഉണ്ട്. കാജൽ അഗർവാൾ ചിരുകാരും ഒക്കെ ഉണ്ട്. ഉണ്ടോന്ന് ആ അറിഞ്ഞൂടാ. അത് ചിരു കാജൽ ചിരുകാരുന്റെ അഗർവാളാണ് പാർവതി. പാർവതി. ചിരുകാരുന്റെ ഒരു ഹിസ്റ്ററിക്കൽ പടമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. വിജയ് സേതുപതി, അമിതാഭ് ബച്ചൻ. ആ സൈറ സൈറ. ഉം. ബാനു ആണ്. അതിനകത്ത് പൃഥ്വിരാജ് പഠിക്കാൻ ഏ സൈറ ബാനു. സൈറ guys. സൈറ ബാനു അല്ല, സൈറ. അയ്യോ എന്തുവായിരുന്നു ഇതിന്റെ അത് പേര്? നല്ല പടമായിരുന്നു കേട്ടോ. റാമറെഡ്ഡി ആക്ച്വലി എന്തുവായിരുന്നു ഇതിന്റെ പണ്ടാറ പേരും മറന്നുപോയി. നല്ല പടം. എനിക്ക് ആ സൈറം അത് നല്ലായിരുന്നു. അത് വേണമെങ്കിൽ ബാലയൊക്കെ അഭിനയിക്കായിരുന്നു. അതിന്റെ BGM ഒക്കെ എനിക്ക് ഇഷ്ടം. നല്ല ആ അതിൽ ചീരുകാരും yes, വെള്ളത്തിന്റെ yes, അടിയിൽ ഞാൻ തപസ് ചെയ്യുന്ന ഓർക്കുന്നു guys. സീക്വൻസ് ഒക്കെയാണ് പൊളിയാ. അത് അമിതാഭ് ബച്ചന് അത്യാവശ്യം നല്ല റോൾ നൈസ്, ഉണ്ടായി. നല്ലൊരു പക്ഷെ എനിക്ക് അത് സൈറ സൈറ നരസിംഹറെഡ്ഡി അതെ അങ്ങനെയാണ് അതെ, പേര്. നരസിംഹ റെഡ്ഡി. വീരസിംഹ റെഡ്ഡി ആയിട്ട് രാമറെഡ്ഡി നമ്മള് അല്ല, മറ്റേ എന്തോ കൺഫ്യൂസ് റെഡ്ഡി ചെയ്യുന്ന ആണെന്നറിയാം. മറ്റേ റെഡ്ഡികളൊക്കെ കൂടുതലും ബാലയേട് എനിക്ക് പടങ്ങൾക്കാണ് വന്ന് വരിക. ഇത് മറ്റേ എന്താണ് പറയാൻ വേണ്ടി വന്നത്, ഈ അമിതാഭ് ബച്ചൻ എനിക്ക് തോന്നുന്നു ചെയ്തതിന്റെ അകത്ത് ഇത് കൽക്കിയാന്ന് തോന്നുന്നു ബെസ്റ്റ് അല്ലേ, ഒരു സൈഡ് റോൾ ചെയ്തതിന്റെ അകത്ത് റീസെന്റ് വന്നു. ഓഹ്, കൽക്കി. ആ പ്രഭാസിന്റെ കുറച്ച് ഉം. വൃത്തികേട് ഇല്ലായിരുന്നെങ്കിൽ ഇട്ടൂടെ. പിന്നെ ഞാൻ ഫാന്റാസ്റ്റിക് ഫിലിം.
പ്രഭാസും പിന്നെ മറ്റേ നമ്മുടെ കങ്കുവ ഫെയിം ഓ മൈ ഗോഡ്, ദിശ പട്ടാണിയുടെ ഓ റോളും കൂടെ അത് ഭയങ്കര ശരിയാണ്, ഭയങ്കര കറക്റ്റ്. unnecessary ശരി. ആയിരുന്നു. അതെ അതെ, പ്രഭാസ് എനിക്ക് എന്റെ അത്രയും ഓ ദൈവമേ, ബുദ്ധിമുട്ടായിരുന്നില്ല. പടച്ച തമ്പുരാനെ. അതെ അതെ. പക്ഷെ സെക്കൻഡ് പാർട്ട് വരുമോ കൽക്കി ഗൈസ്? ഐമാക്സിൽ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക്. വരാനുള്ള ചാൻസസ് സെക്കൻഡ് ഉണ്ടെന്ന് പാർട്ട് തോന്നുന്നു. കാരണം വരുമായിരിക്കും. അതൊരു പക്ഷെ അവര് സക്സസ് പ്രതീക്ഷിച്ച ആയില്ല. അത്ര ഒരു വലിയൊരു ഇതായില്ലെന്ന് എനിക്ക് പക്ഷെ തോന്നുന്നു. അത് സെക്കൻഡ് പാർട്ട് വന്നാലേ നമുക്ക് കമൽജി ഉലകനായകൻ എന്താണ്, അതെ ആണ്ടവർ അതെ ചെയ്യുന്നത് എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. സുപ്രീം യസ്കിൻ. വരുമായിരിക്കും. ഈ പുഷ്പ അടിച്ച 2000 കോടിയൊക്കെ അതെ അതെ, ചിലപ്പോ ഒബ്വിയസ്ലി. കൽക്കിക്ക് കിട്ടിയിരുന്നെങ്കിൽ മേ ബി അവര് കുറച്ചുകൂടെ ഒരു ഇതില്. പക്ഷെ നല്ല പടമായിരുന്നു. എന്ത് ചെയ്യാം. സോ അതാണ് കാര്യങ്ങൾ. പിന്നെ Yeah. പിന്നെ ഈ പറയുന്ന ലൈക്ക് ഫ്യൂച്ചറിൽ ഇപ്പൊ ഈ മമ്മൂട്ടിയെ വെച്ച് ശരിക്കും പറഞ്ഞ പൃഥ്വിരാജ് ഒരു പടം ചെയ്യണം അല്ലേ ഇത് കഴിയുമ്പോഴത്തേക്കും? ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഡൺ ബ്രോ എന്നാണെന്ന് ഡാഡി മമ്മൂട്ടിയെ പറഞ്ഞത്. വെച്ച് പറയുന്നുണ്ട്. ചെയ്യാനിരുന്നതാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല അത് ലാലേട്ടൻ അത് തന്നെയാണ്. പക്ഷെ വർക്ക് ആവുമായിരിക്കും, സി എനിക്ക് അഗൈൻ, തോന്നുന്നില്ല. അറിയത്തില്ല. ആ ലാലേട്ടന്റെ ശരിക്കും ക്യൂട്ട്നെസ് ബ്രോഡാഡി എന്ന് എനിക്ക് പറഞ്ഞാല് ഭയങ്കര ലാലിച്ചായന്റെ നല്ലതാണ്, പടം. എനിക്കിഷ്ടമാണ് കാണാൻ. പുള്ളി അതിനകത്ത് മെയിൻ. അത് കാരണം പുള്ളിയുടെ ഒരു ശരിയാണ്. correct. അഴിഞ്ഞാട്ടമായിരുന്നു ആ സിനിമ. കാരണം ഇത്ര എല്ലാവർക്കും ഈ അതെ രഞ്ജി അതെ പണിക്കരെ പുള്ളിയെ റീപ്ലേസ് ചെയ്തു എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു കുറെ നാള്. പക്ഷെ ഇറ്റ് വാസ് സോ നൈസ് ടു സീ ലാലിച്ചായൻ. അത് മറ്റേ cool dad ആയിരുന്നു അല്ലേ? പേരൻസ് ഫ്രം ദ ലാലി യൂണിവേഴ്സ്, അത് പുള്ളിയുടെ ആയിരുന്നു അത്. ലൂസിഫറിന്റെ അകത്ത് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിയാക്ഷൻ വീഡിയോ ലാലിച്ചായന്റെ. മേടിച്ചില്ല, ഒരു രക്ഷയില്ല, എത്ര കണ്ടാലും മടിക്കായിരുന്നു. ആ, അത് ഉഫ്. ഞാൻ കണ്ടില്ല. എനിക്കത് കണ്ടപ്പോ അന്നത്തെ കണ്ടിട്ടുള്ള തലൈവറിന്റെ ആ ഒരു റിയാക്ഷൻ ഓർമ്മ വന്നു എവിടെയോ. ഫെന്റാസ്റ്റിക്, സൂപ്പർബ്. അത് ഈ എന്ത് ഏറ്റവും കണ്ടിട്ടാണ് പ്രശ്നം എന്താ തലൈവർ അറിയടാ, ഈ അങ്ങനെയൊക്കെ ശിവയുടെ കൂടെ പറഞ്ഞത് വർക്ക് ചെയ്യുന്നവരെല്ലാം എനിക്കറിയാൻ. ആ പടത്തിന്റെ ഇടയ്ക്ക് വെച്ച് പറയാം നമ്മൾ ഇനിയും ഒരുമിച്ച് പടം ചെയ്യുന്നുള്ളത്. പക്ഷെ അത് ചെയ്തത് അജിത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വേറെ സത്യം. ഉള്ളു. അല്ല, ഈ കങ്കുവ മറ്റേ ട്രെയിലർ കണ്ടപ്പം സൂര്യയുടെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എനിക്ക് കണ്ടായിരുന്നു, ഒരു വീഡിയോ ഒക്കെ ഇല്ല, ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു കോമൺ ഫാക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ശിവയുടെ കൂടെ ഉള്ളപ്പോഴേ ആ പോസിറ്റീവ് അതാ എനർജി കൊണ്ട് അതെ അവർക്കും അതെ അങ്ങോട്ട് അതെ. ഹൈപ്പ് പാവാ കയറുമെന്ന് ഉള്ളി, എനിക്ക് ഭയങ്കര ഒരു പൂക്കിയേ ഉള്ളി സിംപ്ലൻ സത്യം ആയതുകൊണ്ട്. പറഞ്ഞത്. പക്ഷെ പ്രശ്നം എന്താന്ന് അതെ പറഞ്ഞാൽ അതെ എനിക്ക് കങ്കുകളുടെ കാര്യത്തിൽ ഒരേ ഒരു ഡൗട്ടേ ഉള്ളൂ, ഇത് എങ്ങനെ ഏത് രീതിയിലുള്ള ഫ്ലോപ്പ് ആയിരിക്കും എന്നുള്ളത്. മറ്റേ രഘുഗുണ്ടാണോ ഗജരാജ ഗുണ്ടാണോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എന്റെ മനസ്സിൽ വന്നിട്ടുള്ളൂ. അതാ, ഇതൊരു ഓപ്പൺ ഹൈമർ ഓപ്പൺഹൈമറിന്റെ ആയിട്ട് പോലും ഇത്രയും പൊട്ടി കാണത്തില്ല. പക്ഷെ അയ്യോ, അത് ഐ ഡോണ്ട് നോ മാൻ. ഐ മീൻ ശിവ ഷുഡ് മലയാളത്തിന്റെ സ്റ്റിക്ക് ഓൺ ടു ഓപ്പൺ ദ ഹൈമർ. ജനരഞ്ജകമാണ്. അങ്ങനത്തെ ആ നാട്ടാമൈ സെറ്റപ്പിലുള്ള പടം ഇനി വല്ല SK ഒക്കെ വെച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഗെറ്റ് റോങ്. പോലെ കങ്കുവ പോലെ വൈ ഇനിയും 4 പടങ്ങൾ എൻവിഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് വൈ ആർ പറഞ്ഞത്. എൻവിഷനിങ് ഒന്ന് സച്ച് തന്നെ തിങ്സ്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഡോണ്ട് എൻവിഷൻ. വിവേക എൻവിഷൻ ചെയ്തപ്പോ തന്നെ ആ പുള്ളി അതിൽ നിന്നൊരു ഇന്റർനാഷണൽ പാഠം എന്നുള്ള വാക്കോ പഠിക്കേണ്ടതായിരുന്നു. എന്തോ ഒരു സാധനം ഉപയോഗിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി പോയി ഗൈസ്, കയ്യിൽ നിന്ന് വിട്ടുണ്ട്. കോഡ് വേർഡ് അതാ. അതൊരു കാരണം കോഡ് വേർഡ് മറ്റേത് കോഡ് ആയിരുന്നു. വേർഡ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞില്ല, എന്നാ തീർച്ചയായും. ഡാൻസ് വേണ്ടുമ്പോ ഡാൻസ് എടുക്ക് എന്ന് പറയത്തില്ലേ. അതാ എമ്പുരാന്റെ കാര്യത്തിൽ അത് പറയാനും പറ്റുന്നില്ല ഡാൻസർക്ക് ഈ കുടുംബങ്ങൾ കൊണ്ടാടും വെട്രി പോലെ ഒരു കോഡ് വേർഡ് ആണ് ഈ ഇന്റർനാഷണൽ വിവേകത്തിന്റെ എന്ന് സമയത്ത് പറയുന്ന എന്റെ സാധനം. പൊന്നെ, ഇത് കാര്യം എനിക്ക് വീരൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും നല്ലൊരു വിശ്വാസം എനിക്ക് ഇപ്പോഴും ഐ കൻ നോട്ട് സിറ്റ് ത്രൂ ദാറ്റ് ഫിലിം. ഐ ഡോണ്ട് നോ വൈ. എമ്പുരാൻ ഫ്ലോപ്പ് ആവാനുള്ള എന്തുമാത്രം ചാൻസസ് നിങ്ങൾ ഫ്ലോപ്പ് ആവത്തില്ലായിരിക്കും, മേ ബി ബ്രേക്ക് ഈവൻ ആവുമായിരിക്കും. ഞാനൊരു അതെ തീർച്ചയായും 90 കോടിയാണ് ബഡ്ജറ്റ്, ബ്രേക്ക് ഈവനോ? ഉറപ്പായും ഹിറ്റാവും. ഫ്ലോപ്പ് ആവാനുള്ള പോസിബിലിറ്റീസ് ഞാൻ കാണുന്നില്ല. ലൈക്ക് നമുക്ക് ചിലപ്പോ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള പോസിബിലിറ്റീസ് കാണും. നമുക്ക് ചിലപ്പോ ഒരു മീഡിയോക്കർ ആയിട്ട് അത് തോന്നാം, വേണമെങ്കിൽ ഉണ്ടാവാനുള്ള നമുക്ക് തോന്നാം സാധ്യതയുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്നൊക്കെ ഉള്ള ഒരു ഇത്.
പക്ഷെ ഇത്രയും ഈ ഹൈപ്പിൽ അങ്ങ് പോകുമ്പോഴേ എനിക്ക് ഭയങ്കര അൺഈസി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്താകും ലാലേട്ടന്റെ പടങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് പോലെ ഇതിങ്ങനെ നിൽക്കും. സത്യം പറഞ്ഞാൽ PTSD ആയിപ്പോയി പുള്ളിയുടെ പടങ്ങൾക്ക് ഈ എക്സ്പെക്ടേഷൻ കൊണ്ട് വെച്ച് ഓ വെച്ച് വെച്ച്. മോൺസ്റ്ററില് സോംബി ഉണ്ടെന്നൊക്കെ പറഞ്ഞ പോലത്തെ സാധനമൊന്നും ഇതിലില്ലല്ലോ. അത് മോൺസ്റ്റർ സോംബി പടമാണെന്ന് തോന്നുന്നു. പടം കണ്ടവരാണ് സോംബി ആയത്. അത് ഞാൻ തിയേറ്ററിൽ എല്ലോ പോയി അയ്യോ, കണ്ടതാണ്. എൻ്റെ ഒരു കൂട്ടുകാരന് ഈയിടെ അവൻ പറഞ്ഞു അവന് ഷോർട്ട് ഫിലിം എടുക്കാനായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അവനിങ്ങനെ പറഞ്ഞു ഈ ഷോർട്ട് ഫിലിമിൻ്റെ അകത്ത് ഞാൻ അതായത് മാക്സിമം ചെലവ് ചുരുക്കി പുള്ളിയുടെ തന്നെ വീട് ലൊക്കേഷനായിട്ടൊക്കെ വെച്ച് പുള്ളി മാത്രം പിന്നെ ഒരു 5-6 ക്യാരക്ടേഴ്സ് മാത്രമൊക്കെ ആയിട്ടുള്ള രീതിയിൽ സെറ്റപ്പ്. അപ്പം ഞാൻ വെച്ചാൽ നീ ലാലേട്ടൻ്റെ എലോൺ പോലെ എടുക്കാനാണ്. അപ്പൊ അവൻ പറഞ്ഞു ഈയിടെ അവൻ ഏതാണ്ട് ഒരു ഇതിൽ കണ്ടു ആരാണ്ട് റിയാക്ഷൻ എന്തോ പുറത്തേതാണ്ട് പോയി കണ്ട ആൾക്കാരെന്തോ പറഞ്ഞു ഇവിടെയുള്ള തിയേറ്ററിൽ റിലീസായപ്പോ ആരാണ്ട് പോയി അവന്റെ അളിയും പോയി കണ്ടിട്ട് പറഞ്ഞു തിയേറ്ററിൽ പുള്ളി നിങ്ങള് അല്ലേ. ക്യാമിയോസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ പടത്തില്? ഒത്തിരി തീർച്ചയായും 1-2 ആയിരിക്കത്തില്ല, അതിൽ കൂടുതൽ ഈ ഉണ്ടാവാൻ അവര് ചാൻസ്. ക്യാരക്ടർ റിവീലായിട്ട് ഒരു ഈ ട്രെയിലറിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവര് ക്യാരക്ടർ റിവീൽ ചെയ്ത ആ 32 ആൾക്കാർ മാത്രം എത്രയാ ഉള്ളെന്ന് എനിക്ക് 36 തോന്നുന്നത്. ക്യാരക്ടേഴ്സ് പക്ഷെ ആണ്. അവരെല്ലാരും ഇതിന്റെ അകത്ത് ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഉണ്ടെന്നാണ് എന്റെ ഒരു അതൊരു നല്ലൊരു കാരണം ഞാൻ അത് ഉണ്ട്. ഉണ്ടാവും. ഉണ്ട്. എന്താണെങ്കിലും ഉണ്ട്. കാരണം അത് ഒരു ഇനി റിവീൽ വിലായത് ചെയ്യാത്ത ബുദ്ധയുടെ ഒരു ആൾക്കാരുണ്ടെന്നുള്ള അതിന്റെ അകത്ത് രീതിയിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളുടെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് പറഞ്ഞു തമിഴിൽ നിന്ന് മെയിൻ 2 ആക്ടേഴ്സ് എന്തോ ഉള്ളതായിട്ട് പറഞ്ഞു. ഒരാൾ ഓബ്വിയസ്ലി മറ്റേ നമ്മുടെ ഈ പുള്ളി കിഷോർ, മറ്റേതാരോ ഉം. ആരോ ഒരാൾ കിഷോർ ഇടയ്ക്ക് ഇങ്ങനെ IB പറയുന്നുണ്ടായിരുന്നു. ഷൈൻ ടോം ഓഫീസറായിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന ഷൈൻ ടോം ഉണ്ടെങ്കിൽ അത് റിവീൽ ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതാ ഷൈൻ ടോം അങ്ങനെ വലിയ നമുക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് എനിക്ക് അത്ഭുതാവഹമായിട്ടുള്ള അറിഞ്ഞൂടാ. പിന്നെ ആളൊന്നും അല്ലേ. അർജുൻ ദാസ് ചിലപ്പോ ഒരു പോസിബിലിറ്റി ഉണ്ടായിരിക്കും. ആ, അർജുൻ ദാസ് ദാസ് ഉം. ഉണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ നേരത്തെ ഇടയ്ക്ക് കേട്ട് തൊട്ടുള്ള മഹീറ റൂമേഴ്സാണ് ഖാൻ പുള്ളി കാണുമായിരിക്കും ഉണ്ടെന്നുള്ളത്. എന്ന് പറയുന്നുണ്ടായിരുന്നു. മഹീറ ഖാൻ ഒരു പാകിസ്ഥാനി ആക്ടറാണ്. അപ്പൊ അവരിതിന്റെ ഭാഗമായിരിക്കും ആ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഐ ആ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഉണ്ടായിരുന്നു. ലെജിറ്റ്. ശരിയാ. ബട്ട് ആ ക്ലിഫ് ഹാങ്ങർ സീനിലായിരിക്കും പോസിബിലിറ്റി കൂടുതൽ ഒരു ക്യാമിയോ വരുന്നതും ലൈക്ക് വിച്ച് വിൽ കീപ് ദ പീപ്പിൾ എക്സൈറ്റഡ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. അതൊക്കെ ഒരു നമ്മുടെ ഒരു അസംഷൻസ് ആണ്. ഡോൺലി ആണെങ്കിലും എനിക്ക് തോന്നുന്നു കൊറിയൻ റിക്യൂൺ ലാലേട്ടനും ആണ്, നമ്മുടെ കണ്ടിട്ട് തോന്നുന്നത് വെറുതെ റിക്യൂൺ ലാലേട്ടനും ആശയില്ലാത്തവര്. ആണെന്നാണ്. സീക്വൻസ് റിക്യൂണാണ്. പക്ഷെ പുള്ളീനെ ക്ലൈമാക്സ് വരെ വെക്കൂ ഇതിന്റെ അകത്ത് അതിനകത്ത് തന്നെ തന്നെ കാണിക്കാൻ ചിലപ്പം ചാൻസ് ഉണ്ട്. കാരണം ഇതിനകത്ത് കാണിക്കാനുള്ള സാധ്യതകളല്ലേ കൂടുതൽ. കബൂഗ ഗ്യാങ് എന്താണേലും തീരുമെന്നുള്ള കാര്യം മറ്റേ ഒരു കബൂഗ ഷോട്ടിൽ നിന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. കബൂഗയുടെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. അനുരാഗ് കശ്യപിനെ പോലെ ആവാതിരുന്നാ മതി. മറ്റേ ലിയോയ്ക്കകത്ത് അനുരാഗ് തോന്നുന്നു. കശ്യപ് അതുകൊണ്ട് നല്ലൊരു ക്യാമിയോ അല്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാമിയോ പോപ്പ് കൾച്ചർ ക്യാമ്പിയോ. പിന്നെ പക്ഷെ ചോദിച്ചു ശാന്തിവള വാങ്ങിച്ചാണല്ലോ. ദിനേശ് അത് പറയുന്നത് തന്നെ പുള്ളി പൊട്ടുമെന്നാണ്. പറയുന്നുണ്ട്. ഇപ്പം ശാന്തിവിള രക്ഷപ്പെടണമെന്നും പറഞ്ഞ് പുള്ളി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പൂക്കിയാൻ എനിക്കറിഞ്ഞൂടാ. തോന്നുന്നു. എന്റെ ഇൻഡസ്ട്രിയിലെ ശാന്തിവള പൂക്കി. എമ്പുരാൻ ഹിറ്റ് ആവണം എന്നാലേ ഉള്ളൂ അതിൽ നിന്നുള്ള സെസ് കൊണ്ടൊക്കെ ഗവൺമെന്റും അവിടെ മറ്റേ ഒരുപാട് പേർക്ക് സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന് പെൻഷനൊക്കെ അങ്ങനെയാണല്ലോ കിട്ടുന്നത്. അപ്പൊ അതൊക്കെ കിട്ടുകയും അങ്ങനെയൊക്കെ എന്നാ ഉള്ള ഇതിന്റെ അണിയറക്കഥ എന്നുള്ള രീതിയിൽ ഉള്ള കുറ്റമെല്ലാം പറയുകയും ചെയ്യും. ലാസ്റ്റ് വന്നിട്ട് അല്ല ഈശ്വരോ രക്ഷോ എല്ലാവരും രക്ഷപ്പെടണ്ടേ അത് എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് ഒരു കാര്യം ഹൈപ്പ് ചെയ്തായിരുന്നു. ഇതിന്റെ അകത്ത് ദീപക് ദേവ് 2.0 ആയിരിക്കും. പുള്ളിയെ തന്നെ റീഡിസ്കവർ ചെയ്തു. നെക്സ്റ്റ് ലെവൽ മ്യൂസിക്കാ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ എനിക്ക് ആവശ്യമില്ലാത്ത അതാ കാര്യം രസം. പറയുമ്പോഴാണ് എനിക്ക് ടെൻഷൻ വരുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ലൂസിഫറിന്റെ എന്നിട്ട് സമയത്ത് ഇത് ഇതൊന്നും ഇവർക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ടേ ഇല്ല, അവസാനം ഒന്നുമില്ലെന്ന്. ഇല്ല, ഒന്നും ഇല്ലായിരുന്നു. അതെ അതെ അതെ, അതിന് കാരണം സത്യം. ഒടിയൻ എന്നുള്ള ഒരു മഹത്തായ ഒരു സൃഷ്ടിയായിരുന്നു. സംഭവം അതെ അതെ കാരണമാണ്. അതെ. അതെ. അതുകൊണ്ടാണ് ഈ ചെറിയ പടം എന്നുള്ള അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക ഒടിയൻ ഇറങ്ങി അത് ഭയങ്കര ഹിറ്റായിരുന്നെങ്കിൽ ഈ ചെറിയ പടം എന്നുള്ള രീതിയിലുള്ള അതൊരു അതാ ഞാൻ ബിൽഡപ്പ് പറഞ്ഞത്, കുറയ്ക്കുന്ന ലാലേട്ടനെ കുറിച്ച് ഒരു കൾച്ചറൽ PTSD വന്നു. ഫിനോമിനൻ ആണ് ഒടിയൻ.
ലാലേട്ടന്റെ കരിയറിൽ തന്നെ ഒരു മാറ്റിമറിച്ച് പിന്നെ മലയാള സിനിമയെ പൃഥ്വിരാജിന്റെ ഒരു രണ്ടായി പ്രശ്നമുണ്ട്. വഴിതിരിച്ചു പൃഥ്വിരാജ് വിട്ട ഉള്ള ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോ ആ ചിത്രം പടം ഇതൊക്കെയാണ്. പൊട്ടിപ്പോകും. അതായത് പ്രശ്നമുണ്ട്. മറ്റേ ഗോൾഡൻ അൽഫോസ് പുത്രൻ പടമാണ്. മനേക്കോട്ടെ ആ വാലിബ ഒരു പുള്ളി LJP അതെ പടമാണ്. അതെ അതെ ബാറോസ് വളരെ ലാലേട്ടൻ ഡയറക്ടറാ, ബാറോസ് ഒരു ഫന്റാസ്റ്റിക് ലാലേട്ടൻ ഡയറക്ടറാണ്. പടമാണെന്ന് പറയും. ഞാൻ ബറോഷ് എന്താ സംഭവിച്ചെന്ന് നമുക്ക് എന്താ അറിയാം. കറക്റ്റ്. ഞാൻ ബറോ അത് തിയേറ്ററിൽ പോയി കണ്ടാണ് ആ ഞാൻ തിയേറ്ററിൽ പോയി അതുകൊണ്ട് കണ്ടേ. എനിക്കിത് 2Dയിൽ ആൾക്കാർ കാണിക്കുന്ന അത്രയും വിയേർഡായിട്ട് തോന്നിയില്ല 3D കണ്ടപ്പോ. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് നീ ബാഡ്. ഇങ്ങനെ പറയുന്നോണ്ടാ ഞാൻ ബറോഷ് ഇതുവരെ കാണാതിരിക്കുന്നത്. ഇനിയിപ്പൊ ഞാൻ എനിക്കിനി 3D കാണാൻ പറ്റില്ല. ഇനി 2D കണ്ട് 2D കാണാം. 2D വെറുതെ കണ്ടാൽ നമ്മൾ ക്യൂട്ടാന്ന് എന്തായാലും പറയുന്നത് വെറുക്കും. പറയുന്നുണ്ട്. കാരണം അതിനകത്ത് ഒന്നും ഇല്ല. ക്യൂട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ പറയും ആ ആ ഒരു സ്നേഹമായിരിക്കും. സീൻ ഞാൻ ക്യൂട്ടായിട്ട് തോന്നി. കണ്ടായിരുന്നു. പൂക്കി കടലിന്റെ നടുക്ക് തെങ്ങിന്റെ സർട്ടിഫൈഡ് പൂക്കി. കൊണ്ടായിരിക്കുന്നു. പുള്ളി പിന്നെ ഒക്ടോപ്പസ് ഭിത്തിയെ ആകുന്ന കൂടെ ഒരു സാധനമുണ്ട്. നടക്കുന്നതൊക്കെ. ഒക്ടോപ്പസിന്റെ ക്യൂട്ടാണ്. ഓ അത് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഒക്ടോപ്പസ് ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നോക്കി ലാലേട്ടന്റെ ഈ ജലകന്യകൻ ഒക്ടോപ്പസ് ലിറ്ററൽ ഒക്ടോപ്പസ് ആയി. പക്ഷെ ജലകന്യ എന്ന് എനിക്ക് ആ പറയാം. നമ്മുടെ ക്യാമിയോ ഭയങ്കര കൂതറ ഇഷ്ടമാണ് കേട്ടോ. ഏത് ക്യാമിയോ? എനിക്ക് കൂതറ ജലകന്യകനല്ലേ? എനിക്ക് കൂതറയിലെ കൂതറ. ക്യാമിയോ അത് ഇഷ്ടമാണ്. ക്യാമിയോ ആണെന്ന് പറയാൻ പറ്റത്തില്ല. എക്സ്റ്റെൻഡഡ് ക്യാമിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഇച്ചിരി എനിക്ക് നല്ല റോളായിരുന്നു. നല്ല പക്ഷെ റോളാ. അത് ഇച്ചിരി മികച്ച ഒരു ഗ്രേ ഷെയ്ഡ് സെമീർ റാമസ് ഏഗൺ അതെ ഡെർക്കറ്റോ. അതെ സിനിമ നമുക്കൊരു ഏകൻ എപ്പിസോഡ് ഉണ്ട്. ബ്രിഗാറ്റ അതൊക്കെ ഡെഫിനറ്റ്ലി പോയി ചെക്ക് ഔട്ട് ചെയ്യാം. നൈസ് വൺ. ഇതിന്റെ അകത്ത് രണ്ടാ കളിക്കാര് പെൻറ്റോ. മറ്റേ പുള്ളി വരുമല്ലോ, അബി വരുന്നു. കൂതറ എനിക്ക് അത് ഇഷ്ടമുള്ളൊരു നമ്മുടെ പടമാണ്. ഡോക്ടർ സെൻസിന്റെ ജീവചരിത്രമാണ്. കൂബ്രിൻ ആന്റണി പുള്ളിയുടെ യോയോ ആണോ? യോയോ യോയോ യോയോ. നല്ല ഞാൻ പടമായിരുന്നു ഒക്ടോപ്പസ് അത്. ആയിട്ട് വരുന്നെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് നീരാളി അതൊക്കെയാണ് ഒരു ഓർത്തു. ക്യാമ്പസ് ചിത്രം എന്ന് ആ പറയുന്നത്. അതെ അതാ അതെ. ഒരു നല്ല മികച്ച ഒരു പടമായിരുന്നു. കളിക്കാരൻ ആ ശരി. പക്ഷെ അങ്ങനെ ലാലേട്ടന്റെ ഒരു ക്യാമ്പസ് ചിത്രമുണ്ട്. കൊളേജ് കുമാരൻ. കോളേജ് കോളേജ് കുമാരൻ. അത് കൾട്ട് പടമല്ലേ? അത് മറ്റേ KL Yes. yeah, so we'll wind up. അപ്പോൾ എല്ലാവരും എമ്പുരാൻ തിയേറ്ററിൽ പോയി കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാതെ സങ്കടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ. ഐ ഫീൽ സാഡ് ഫോർ യു. ബട്ട് എന്താണേലും ഒരു ലോങ് ടൈം തിയേറ്റേഴ്സിൽ കാണും ഈ പടം എന്ന് നമ്മൾ ഹോപ്പ് ചെയ്യുകയാണ്. ആൻഡ് വി ഹോപ്പ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഗുഡ് ഫിലിം. ഡിസപ്പോയിൻമെൻറ്റുകളൊന്നും ഒരു ഇല്ലാതെ മറ്റൊരു കൾച്ചറൽ ഫിനോമിനായി മാറട്ടെ അതെ എമ്പുരാൻ അതെ അതെ എന്നുള്ള ഒരു ഫ്ലോപ്പ് ഒന്നും അല്ലാതെ എല്ലാം നമ്മളുടെ എക്സ്പെക്ടേഷൻ ഒത്ത് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു. പോയി കണ്ടിട്ട് വന്നിട്ടൊരു നമുക്കൊരു പെവർ റിയാക്ഷൻ ഒക്കെ വേണം. യെസ്, തീർച്ചയായിട്ടും. നമ്മൾ തീർച്ചയായും. നല്ല പടമാണെങ്കിലും ചീത്തപ്പടമാണെങ്കിലും നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ആൻഡ് ദെൻ വിൽ ഡു എൻ എപ്പിസോഡ് ഓൺ എമ്പുരാൻ. നമ്മൾ എന്താണ് നമ്മൾക്ക് എമ്പുരാനെ കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കാൻ നിങ്ങൾ പിന്നെയും വരിക. സോ until the next time we meet, this is me, UDC Kumari, signing out with Mr. Digambaran and Chakravan. Bye. Bye. ബോബി, നീ ചെകുത്താൻ വേദമോതുന്നത് കേട്ടിട്ടുണ്ടോ? എസേക്കിയേൽ 25:17 പഴയ നിയമം. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകുന്നു. കാരണം അവൻ സത്യമായും അവൻ്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എൻ്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. എൻ്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്.